പ്രപഞ്ചത്തോട് സംസാരിക്കുന്നതെങ്ങനെ എന്നുവെച്ചതിനൊരു കാരണമുണ്ട്. കാരണം അതാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചം നിശബ്ദമല്ല. അത് നിങ്ങളെ ശ്രദ്ധിക്കുന്നു, നിങ്ങൾക്ക് മറുപടി നൽകുന്നു. നിങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഊർജ്ജം, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം അത് നിങ്ങൾക്ക് അതേപടി തിരിച്ചു പ്രതിഫലിപ്പിക്കുന്നു. ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്നത് അവർ പ്രപഞ്ചവുമായി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാതെയാണ്. നിങ്ങളുടെ ചിന്തകളിലൂടെ, വികാരങ്ങളിലൂടെ, എന്തിന് നിങ്ങളുടെ മൗനത്തിലൂടെ പോലും ഈ സംഭാഷണം നടക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ബോധപൂർവം പ്രപഞ്ചത്തോട് സംസാരിക്കാൻ കഴിഞ്ഞാലോ? വ്യക്തവും ശക്തവുമായ സിഗ്നലുകൾ എങ്ങനെ അയക്കാമെന്നും അത് സ്വീകരിക്കപ്പെടുന്നുണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കാമെന്നും നിങ്ങൾ പഠിച്ചാലോ? അതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. അധ്യായം 1. പ്രപഞ്ചത്തിന്റെ സ്പന്ദന സ്വഭാവം. നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം നിശ്ചലമല്ല. അതൊരു ക്രമമില്ലാത്ത ഒന്നല്ല. തീർച്ചയായും അതൊരിക്കലും അന്ധവുമല്ല. മറിച്ച് താളവും ബുദ്ധിയും സങ്കീർണമായ സ്പന്ദന ഘടനയുമുള്ള സജീവമായ ഒന്നാണിത്. പ്രപഞ്ചത്തോട് എങ്ങനെ സംസാരിക്കാമെന്നും മറുപടി എങ്ങനെ സ്വീകരിക്കാമെന്നും ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ആദ്യമൊരു അടിസ്ഥാന സത്യം തിരിച്ചറിയണം. എല്ലാം ഊർജ്ജമാണ്. എല്ലാ ഊർജ്ജവും സ്പന്ദിക്കുന്നു. ഏറ്റവും ചെറിയ കണികകൾ മുതൽ വിശാലമായ താരാപഥങ്ങൾ വരെ നിലവിലുള്ളതെല്ലാം ചലനത്തിലാണ്. ഈ ചലനത്തെയാണ് നമ്മൾ സ്പന്ദനം, വൈബ്രേഷൻ എന്ന് പറയുന്നത്. ശാസ്ത്രം, പ്രത്യേകിച്ച് ക്വാണ്ടം ഫിസിക്സിലൂടെ പദാർത്ഥങ്ങൾ കാണുന്നതുപോലെ അത്ര ഖരരൂപത്തിലുള്ളവയല്ലെന്ന് പണ്ടേ കണ്ടെത്തിയിട്ടുണ്ട്. സബ് അറ്റോമിക് തലത്തിൽ കണികകൾ ഉണ്ടാകുകയും ഇല്ലാതാകുകയും ചെയ്യുന്നു. അവയുടെ സ്വഭാവം നിരീക്ഷണത്തിലൂടെ സ്വാധീനിക്കപ്പെടുന്നതായും കാണാം. ഈ പ്രകടമായ കുഴപ്പങ്ങൾക്ക് പിന്നിൽ മനോഹരമായ ഒരു സത്യമുണ്ട്. എല്ലാം വ്യത്യസ്ത ആവൃത്തികളിൽ ഫ്രീക്വൻസി സ്പന്ദിക്കുന്ന ഊർജ്ജമാണ്. നമ്മൾ സ്പന്ദനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഊർജ്ജം ചലിക്കുന്ന നിരക്കിനെക്കുറിച്ചാണ് പറയുന്നത്. താഴ്ന്ന ആവൃത്തിയിലുള്ള സ്പന്ദനങ്ങൾ ഭാരം, ഭയം, സംശയം അല്ലെങ്കിൽ സ്തംഭനാവസ്ഥ എന്നിവയായി പ്രകടമാകുമ്പോൾ, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പന്ദനങ്ങൾ സന്തോഷം, സ്നേഹം, വ്യക്തത, സമൃദ്ധി എന്നിവയിലൂടെ പ്രകടമാകുന്നു. ഈ സ്പന്ദനങ്ങളുടെ ശ്രേണി വസ്തുക്കൾക്കോ പദാർത്ഥങ്ങൾക്കോ മാത്രമല്ല, നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ബാധകമാണ്. നിങ്ങളുടെ ചിന്തകൾ വെറുതെ വന്നും പോകുന്നതുമായ നിഷ്ക്രിയമായ ആശയങ്ങളല്ല. അവ ഓരോന്നും ഊർജ്ജ സിഗ്നലുകളാണ്. ഓരോ ചിന്തയും ഒരു പ്രത്യേക ആവൃത്തി പുറപ്പെടുവിക്കുന്നു, ഒരു ബ്രോഡ്കാസ്റ്റ് പോലെ. നിങ്ങളുടെ മനസ്സിനെ ഒരു ട്രാൻസ്മിറ്ററായി സങ്കൽപ്പിച്ചാൽ നിങ്ങളുടെ ചിന്തകൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സന്ദേശങ്ങളായിരിക്കും. ഒരു പ്രപഞ്ച കണ്ണാടി പോലെ നിങ്ങൾ സ്ഥിരമായി പ്രക്ഷേപണം ചെയ്യുന്നത് പ്രപഞ്ചം നിങ്ങൾക്ക് തിരികെ പ്രതിഫലിപ്പിക്കുന്നു. പക്ഷേ അത് അവിടെ അവസാനിക്കുന്നില്ല. ആ ചിന്തകളുടെ ആവൃത്തി രൂപപ്പെടുത്തുന്നതിൽ നിങ്ങളുടെ വികാരങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. വികാരങ്ങളെ ആംപ്ലിഫയറുകളായി ചിന്തിക്കുക. ശക്തമായ വികാരങ്ങൾ നിറഞ്ഞ ഒരു ചിന്ത 10 മടങ്ങ് ശക്തമാകും. അതുകൊണ്ടാണ് ആഴത്തിൽ അനുഭവപ്പെടുന്ന ഒരു ആഗ്രഹം ഒരു സാധാരണ ആഗ്രഹത്തേക്കാൾ വേഗത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. നിങ്ങളുടെ ചിന്തകൾക്ക് പിന്നിലെ വൈകാരിക ചാർജ് എത്രത്തോളം ശക്തമാണോ അത്രത്തോളം വ്യക്തവും ആകർഷകവുമായിരിക്കും നിങ്ങൾ അയക്കുന്ന സിഗ്നൽ. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. എന്റെ ജീവിതത്തിലേക്ക് കൂടുതൽ സമൃദ്ധി ആകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെന്ന് കരുതുക. എന്നാൽ ആ ചിന്തയിൽ നിരാശയോ ഭയമോ സംശയമോ കലർന്നിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന്, ഞാൻ സമ്പത്തിന് യോഗ്യനല്ല, അല്ലെങ്കിൽ എനിക്ക് സമയം വൈകിപ്പോയി എന്ന് നിങ്ങൾ രഹസ്യമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുറത്തുവിടുന്ന മൊത്തത്തിലുള്ള സ്പന്ദനം സമൃദ്ധിയുടേതല്ല, മറിച്ച് ഇല്ലായ്മയുടേതാണ്. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളോടല്ല പ്രതികരിക്കുന്നത്, അത് നിങ്ങളുടെ സ്പന്ദനത്തോടാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് വൈകാരികമായി യോജിക്കാത്ത സ്ഥിരീകരണങ്ങൾ, അഫർമേഷൻസ് പലപ്പോഴും പരാജയപ്പെടുന്നത്. പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ഭാഷ സ്പന്ദനമാണ്, വാക്കുകളല്ല. ഇനി സമൃദ്ധി ഒരു സ്വാഭാവിക അവസ്ഥയാണെന്ന് ശാന്തവും ആത്മവിശ്വാസവുമുള്ള ഒരു വിശ്വാസം പുലർത്തുന്ന ഒരാളെ പരിഗണിക്കുക. അയാളുടെ ചിന്തകൾ വെറും വാക്കുകളല്ല, അവ ആഴത്തിലുള്ള ആന്തരിക ഐക്യത്തിന്റെ പ്രകടനങ്ങളാണ്. ആ ഐക്യം സമൃദ്ധിയുടെ സ്പന്ദനത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഉയർന്ന ആവൃത്തിയിലുള്ള സ്പന്ദനം പുറപ്പെടുവിക്കുന്നു. ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് സ്പന്ദനപരമായ പൊരുത്തം, വൈബ്രേഷണൽ കോൺഗ്രുവൻസ് കൊണ്ട് അവസരങ്ങളും യാദൃച്ഛികതകളും വിഭവങ്ങളും ജീവിതത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങുന്ന വ്യക്തിയാണിത്. ഇത് നമ്മെ ഒരു പ്രധാന തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. യാഥാർത്ഥ്യമാക്കൽ, മാനിഫെസ്റ്റേഷൻ എന്നത് നിർബന്ധിക്കുന്നതിലോ യാചിക്കുന്നതിലോ ബോധ്യപ്പെടുത്തുന്നതിലോ അല്ല. അത് നിങ്ങൾക്കാവശ്യമുള്ളതുമായി സ്പന്ദനപരമായി യോജിക്കുന്നതിലാണ്. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ നിങ്ങൾ സ്നേഹത്തിന്റെ ആവൃത്തി ഉൾക്കൊള്ളണം. നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ സമാധാനപൂർണനാകണം. നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസത്തിന്റെയും വ്യക്തതയുടെയും സ്പന്ദനം പുറപ്പെടുവിക്കണം. അപ്പോൾ നമ്മുടെ സ്പന്ദനം എങ്ങനെ മാറ്റാം? ആദ്യപടി അവബോധമാണ്. നിങ്ങൾ അറിയാത്തതൊന്നും നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. നിങ്ങളുടെ ആന്തരിക അവസ്ഥ നിരീക്ഷിക്കാൻ തുടങ്ങുക. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നു മാത്രമല്ല, നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നും. നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ സ്പന്ദന നിലയുടെ ഏറ്റവും സത്യസന്ധമായ സൂചകങ്ങൾ. നിങ്ങൾ പ്രതീക്ഷയുള്ളവനാണോ അതോ ഉത്കണ്ഠാകുലനാണോ? നന്ദിയുള്ളവനാണോ അതോ നീരസമുള്ളവനാണോ? ശക്തനാണോ അതോ പരാജയപ്പെട്ടവനാണോ? നിങ്ങളുമായി പതിവായി ചെക്ക് ഇൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന സിഗ്നലുകളുടെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങുന്നു. രണ്ടാമത്തെ പടി ബോധപൂർവമായ പുനഃക്രമീകരണമാണ്.
ഇതിനർത്ഥം നിങ്ങളുടെ സ്പന്ദനമുയർത്തുന്ന ചിന്തകൾ, പെരുമാറ്റങ്ങൾ, ശീലങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഇതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്ന് വൈകാരിക അനുരണനമാണ്, ഇമോഷണൽ റെസണൻസ്. ഉദാഹരണത്തിന്, നന്ദി പ്രകടിപ്പിക്കുന്നത് ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ആവൃത്തിയിലുള്ള അവസ്ഥകളിലൊന്നാണ്. നിങ്ങൾ ആത്മാർത്ഥമായ നന്ദി അനുഭവിക്കുമ്പോൾ വെറുതെ നന്ദി പറയുകയല്ല, മറിച്ച് വിലമതിപ്പിന്റെ പൂർണ്ണത ശരിക്കും അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ഊർജ്ജമണ്ഡലവും നിങ്ങൾ മാറ്റുന്നു. അതുപോലെ ദയ, ക്ഷമ, ശ്രദ്ധ, സർഗാത്മകത എന്നിവ നിങ്ങളുടെ ആവൃത്തി ഉയർത്തുന്നു. കൂടുതൽ ശാരീരിക തലത്തിൽ വ്യായാമം, പ്രകൃതി, പോഷകസമൃദ്ധമായ ഭക്ഷണം, നല്ല ഉറക്കം എന്നിവയെല്ലാം നിങ്ങളുടെ ഊർജ്ജനിലയെ സ്വാധീനിക്കുന്നു. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊരു മനസ്സ് മാത്രമല്ല, നിങ്ങളൊരു ശരീരം, ഒരു ആത്മാവ്, ചുറ്റുമുള്ള ലോകവുമായി നിരന്തരം സംവദിക്കുന്ന ഒരു ഊർജ്ജക്ഷേത്രവുമാണ്. അടുത്തതായി, സ്ഥിരതയുടെ പ്രാധാന്യം മനസ്സിലാക്കുക. പ്രപഞ്ചം നിങ്ങളുടെ ഇടയ്ക്കിടെയുള്ള ആഗ്രഹങ്ങളോടല്ല പ്രതികരിക്കുന്നത്, അത് നിങ്ങളുടെ പ്രബലമായ സ്പന്ദനത്തോടാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷണികമായ പോസിറ്റിവിറ്റിയോ താൽക്കാലികമായ ഉന്മേഷമോ മതിയാകാതെ വരുന്നത്. നിങ്ങളുടെ ഫലങ്ങൾ വരുന്നത് നിങ്ങളുടെ സ്ഥിരമായ വൈകാരിക അവസ്ഥയിൽ നിന്നാണ്. നിങ്ങൾ ബോധപൂർവം പ്രകടിപ്പിക്കാൻ ശ്രമിക്കാത്ത സമയങ്ങളിൽ പോലും നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഊർജ്ജത്തിൽ നിന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവൃത്തിയിൽ കള്ളം പറയാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്ക് അത് മാറ്റാൻ കഴിയും. നിങ്ങൾ എത്രയധികം പരിശീലിക്കുന്നുവോ അത്രയധികം അത് സ്വാഭാവികമാകും. മറ്റൊരു ശക്തമായ പരിശീലനമാണ് വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനസികമായി മാത്രമല്ല, വൈകാരികമായും നിങ്ങൾ സങ്കൽപ്പിക്കുമ്പോൾ, നിങ്ങളുടെ സ്വപ്നം ഇതിനകം യാഥാർത്ഥ്യമായതുപോലെ അതിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുമ്പോൾ, നിങ്ങൾ ആ യാഥാർത്ഥ്യത്തിന്റെ ആവൃത്തിയുമായി പൊരുത്തപ്പെടാൻ തുടങ്ങുന്നു. ഉപബോധമനസ്സിന് വ്യക്തമായി ഭാവനയിൽ കണ്ട ഒരു അനുഭവവും യഥാർത്ഥ അനുഭവവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. അതിനാൽ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യം പ്രതീക്ഷിക്കാനും സ്വീകരിക്കാനും നിങ്ങളുടെ ഉപബോധമനസ്സിനെ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നു. ഈ പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കലിന്റെ അടിത്തറയായി മാറുന്നു. നിങ്ങളുടെ ചുറ്റുപാടുകളും നിങ്ങളുടെ സ്പന്ദനത്തെ സ്വാധീനിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഇടപഴകുന്ന ആളുകൾ, നിങ്ങൾ കാണുന്ന മാധ്യമങ്ങൾ, നിങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ എന്നിവയെല്ലാം നിങ്ങളുടെ ഊർജ്ജത്തെ സ്വാധീനിക്കുന്നു. നിങ്ങളെ ഉയർത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ബന്ധങ്ങളും ചുറ്റുപാടുകളും തെരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ ഏറ്റവും മൂല്യമുള്ള വിഭവമാണെന്ന പോലെ സംരക്ഷിക്കുക, കാരണം അതങ്ങനെയാണ്. അവസാനമായി, പ്രപഞ്ചത്തിന്റെ ബുദ്ധിക്ക് മുന്നിൽ കീഴടങ്ങുക, സറണ്ടർ. വിരോധാഭാസമായി തോന്നാമെങ്കിലും വിട്ടുകളയുന്നത് ഐക്യത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപങ്ങളിലൊന്നാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ, എപ്പോൾ യാഥാർത്ഥ്യമാകുമെന്ന് നിയന്ത്രിക്കാനുള്ള ആവശ്യം നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ, ദൈവികമായ സമയം പ്രവർത്തിക്കാൻ നിങ്ങൾ ഇടം നൽകുന്നു. കീഴടങ്ങൽ എന്നാൽ ഉപേക്ഷിക്കൽ എന്നല്ല. പ്രപഞ്ചം നിങ്ങൾക്കെതിരല്ല, അത് നിങ്ങളോടൊപ്പമുണ്ട്, അത് നിങ്ങളുടെ ഭാഗമാണ്, അത് എല്ലായ്പ്പോഴും നിങ്ങളുടെ സ്പന്ദനത്തോട് പ്രതികരിക്കുന്നു എന്ന് വിശ്വസിക്കുക എന്നതാണ്. ചുരുക്കത്തിൽ, പ്രപഞ്ചത്തോട് സംസാരിക്കാൻ നിങ്ങൾ ആവൃത്തിയിൽ സംസാരിക്കണം. വാക്കുകൾ മാത്രം പോരാ. നിങ്ങളുടെ ഊർജ്ജം, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങൾ ഉൾക്കൊള്ളുന്ന അവസ്ഥ എന്നിവയാണ് സന്ദേശം വഹിക്കുന്നത്. അങ്ങനെ പ്രപഞ്ചത്തോട് സംസാരിക്കുന്നതിനുള്ള അടിസ്ഥാന രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ഈ തത്വങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കുമ്പോൾ, നിങ്ങൾ പ്രപഞ്ചത്തോട് സംസാരിക്കുക മാത്രമല്ല, നിങ്ങൾ അതിനോടൊപ്പം സംസാരിക്കുകയാണ്. ഇതൊരു രൂപകമല്ല, ഇതൊരു യഥാർത്ഥ ഊർജ്ജ സംഭാഷണമാണ്. നിങ്ങളുടെ വാക്കുകളോടല്ല, നിങ്ങളുടെ ആവൃത്തിയോടാണ് അത് പ്രതികരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ടെങ്കിൽ, കൂടുതൽ ആഴത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ എത്തേണ്ട ശരിയായ സ്ഥലത്താണ്. അടുത്ത അധ്യായത്തിൽ ശക്തവും വ്യക്തവുമായ ലക്ഷ്യങ്ങൾ എങ്ങനെ സജ്ജീകരിക്കാമെന്ന് നമ്മൾ പഠിക്കും. കാരണം എങ്ങനെ ചോദിക്കണമെന്നറിയുന്നത് ഈ പ്രപഞ്ച സംഭാഷണത്തിൽ വൈദഗ്ധ്യം നേടുന്നതിനുള്ള അടുത്ത സുപ്രധാന ഘട്ടമാണ്. നമുക്ക് തുടരാം. അധ്യായം 2. വ്യക്തമായ ലക്ഷ്യങ്ങൾ നിർണയിക്കാം. മുൻ അധ്യായത്തിൽ പ്രപഞ്ചം സ്പന്ദന സ്വഭാവമുള്ളതാണെന്നും അത് നമ്മുടെ വാക്കുകളോടല്ല, നമ്മുടെ ആവൃത്തിയോടാണ് പ്രതികരിക്കുന്നതെന്നും നമ്മൾ കണ്ടെത്തി. ഈ ഉൾക്കാഴ്ചയാണ് യാഥാർത്ഥ്യമാക്കലിന്റെ അടിത്തറ. എന്നാൽ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ കൃത്യതയോടെ രൂപപ്പെടുത്താൻ തുടങ്ങുന്നതിന് നിങ്ങളിപ്പോൾ ഒരു ബോധപൂർവമായ സ്രഷ്ടാവിന്റെ പങ്ക് ഏറ്റെടുക്കണം. അത് ആരംഭിക്കുന്നത് വ്യക്തമായ ലക്ഷ്യങ്ങൾ, ഇന്റൻഷൻസ് നിർണയിക്കുന്നതിലൂടെയാണ്. നിങ്ങളുടെ ലക്ഷ്യത്തെ ഒരു ബ്ലൂ പ്രിന്റായി കരുതുക. നിങ്ങളുടെ സ്പന്ദനം വൈകാരികവും ഊർജ്ജപരവുമായ ഇന്ധനമായി പ്രവർത്തിക്കുമ്പോൾ, നിങ്ങളുടെ ലക്ഷ്യം അതിന് ഘടന നൽകുന്നു. വ്യക്തമായ ലക്ഷ്യമില്ലാതെ നിങ്ങളുടെ ഊർജ്ജം ചിതറിപ്പോകും. ഒരു ഫോക്കസ് ചെയ്ത ലേസർ ബീമിന് പകരം ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ ഒന്നിലധികം ദിശകളിലേക്ക് വ്യാപിക്കും. പ്രപഞ്ചം എല്ലായ്പ്പോഴും പ്രതികരിക്കും, പക്ഷെ നിങ്ങളുടെ സിഗ്നൽ അവ്യക്തമാണെങ്കിൽ പ്രതികരണവും അവ്യക്തമായിരിക്കും. എനിക്ക് സന്തോഷമായിരിക്കണം, എനിക്ക് കൂടുതൽ പണം വേണം, അല്ലെങ്കിൽ എനിക്ക് സ്നേഹം വേണം എന്നിങ്ങനെ അവ്യക്തമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന തെറ്റ് പലരും ചെയ്യാറുണ്ട്. ഈ ആഗ്രഹങ്ങൾ സാധുവാണെങ്കിലും പ്രപഞ്ചത്തിന് വ്യക്തമായി രൂപം നൽകാൻ കഴിയാത്ത വിധം അവ നിർവചിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് സന്തോഷം എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഏത് രൂപത്തിലുള്ള എത്ര പണമാണ് നിങ്ങൾക്ക് വേണ്ടത്? സ്നേഹം എങ്ങനെ കടന്നുവരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിർവചനമില്ലാതെ ആഗ്രഹം ഒരു വികാരമായി തുടരും, ഒരു നിർദ്ദേശമായി മാറില്ല. വ്യക്തമായൊരു ലക്ഷ്യം നിങ്ങളുടെ സ്പന്ദനത്തിന് ബന്ധിപ്പിക്കാൻ മൂർത്തമായ എന്തെങ്കിലും നൽകുന്നു.
നിങ്ങൾ അടയാളപ്പെടുത്താത്ത ഒരു ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്തതുപോലെ നിങ്ങൾ വ്യക്തമായി തെരഞ്ഞെടുക്കാത്ത ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. ലക്ഷ്യം എന്നത് ബോധപൂർവമായ സൃഷ്ടിയാണ്. ലക്ഷ്യം എന്നത് നിഷ്ക്രിയമായ ആഗ്രഹത്തിൽ നിന്ന് സജീവമായ സൃഷ്ടിയിലേക്ക് നീങ്ങുന്ന പ്രവൃത്തിയാണ്. അത് പ്രപഞ്ചത്തോട് പറയുന്നു, ഇതാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്, ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നല്ല. അതൊരു പ്രഖ്യാപനവും പ്രതിബദ്ധതയുമാണ്. ഒരു ആഗ്രഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ലക്ഷ്യത്തിന് ഭാരമുണ്ട്. അത് നിരാശയിൽ നിന്നോ ഇല്ലായ്മയിൽ നിന്നോ അല്ല, മറിച്ച് അറിവിന്റെ ഉറച്ച ഒരിടത്തു നിന്നാണ് വരുന്നത്. നിങ്ങളുടെ സ്പന്ദനം നിങ്ങളുടെ പാട്ടാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം അതിന്റെ വരികളാണ്. ഒരുമിച്ച് അവ ഐക്യം സൃഷ്ടിക്കുന്നു. ക്വാണ്ടം തലത്തിൽ ലക്ഷ്യം സാധ്യതകളെ പോസിബിലിറ്റി സംഭവ്യതകളാക്കി പ്രോബബിലിറ്റി മാറ്റുന്നു. ക്വാണ്ടം ഫീൽഡ് അനന്തമായ സാധ്യതകൾ ഉൾക്കൊള്ളുന്നു. നിങ്ങളുടെ ലക്ഷ്യം ആഗ്രഹിക്കുന്ന സാധ്യതയെ ഭൗതിക യാഥാർത്ഥ്യത്തിലേക്ക് ആകർഷിക്കാൻ തുടങ്ങുന്ന ഒരു കാന്തമായി പ്രവർത്തിക്കുന്നു. ഒരു വ്യക്തമായ ലക്ഷ്യത്തിന്റെ ഘടന. ഒരു ശക്തമായ ലക്ഷ്യത്തിന് 3 പ്രധാന ഘടകങ്ങളുണ്ട്. 1. കൃത്യത, സ്പെസിഫിസിറ്റി, കൃത്യമായിരിക്കുക. എനിക്ക് കൂടുതൽ പണം വേണം എന്നതിന് പകരം എന്റെ സർഗാത്മകമായ ജോലിയിൽ നിന്ന് പ്രതിമാസം $10,000 അല്ലെങ്കിൽ $1,00,000 ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുക. നിങ്ങളുടെ ലക്ഷ്യം എത്രത്തോളം കൃത്യമാണോ അത്രത്തോളം എളുപ്പത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനും പ്രപഞ്ചത്തിനും അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. 2. വർത്തമാനകാല ഭാഷ, പ്രസന്റ് ടെൻസ് ലാംഗ്വേജ്. നിങ്ങളുടെ ലക്ഷ്യം ഇതിനകം സംഭവിക്കുന്നതുപോലെ പറയുക. ഇത് ഇപ്പോൾ യാഥാർത്ഥ്യമാണെന്ന തോന്നലിനെ ശക്തിപ്പെടുത്തുന്നു. ഇത് നിങ്ങളുടെ സ്പന്ദനത്തെ ബലപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, ഞാൻ സൗന്ദര്യവും സമാധാനവും നിറഞ്ഞ എന്റെ സ്വപ്നഭവനത്തിൽ ജീവിക്കുന്നു. 3. വൈകാരിക യോജിപ്പ്, ഇമോഷണൽ അലൈൻമെന്റ്. പൂർത്തീകരണത്തിന്റെ വികാരം നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധിപ്പിക്കുക. സ്വയം ചോദിക്കുക, ഈ ലക്ഷ്യം ഇതിനകം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ എനിക്ക് എന്തു തോന്നുമായിരുന്നു? എന്നിട്ട് ആ വികാരം കഴിയുന്നത്ര തവണ ഉൾക്കൊള്ളുക. പ്രപഞ്ചത്തിന് വികാരങ്ങളുടെ ഭാഷ നന്നായി അറിയാം. ലക്ഷ്യങ്ങളെ അടിസ്ഥാന മൂല്യങ്ങളുമായി യോജിപ്പിക്കുക. യോജിപ്പില്ലാത്ത ലക്ഷ്യം മണലിൽ വീട് പണിയുന്നതുപോലെയാണ്. അത് താൽക്കാലികമായി നിലനിൽക്കാം, പക്ഷെ അതിന് ഉറച്ച അടിത്തറയില്ല. സ്വയം ചോദിക്കുക, എനിക്കിത് എന്തിനാണ് വേണ്ടത്? ഈ ലക്ഷ്യം എന്റെ സത്യത്തിൽ നിന്നാണോ അതോ ബാഹ്യസമ്മർദ്ദത്തിൽ നിന്നോ ഭയത്തിൽ നിന്നോ ആണോ ജനിച്ചത്? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ വേരൂന്നുമ്പോൾ അവ കാന്തികമായിത്തീരുന്നു. അവയ്ക്ക് ആത്മാർത്ഥതയും ആന്തരിക ശക്തിയുമുണ്ട്. യാഥാർത്ഥ്യമാക്കൽ സുഗമമാകും, കാരണം ആന്തരിക പ്രതിരോധമുണ്ടാകില്ല. ഉദാഹരണത്തിന്, ഒരാൾക്ക് എനിക്കൊരു കോടീശ്വരനാകണം എന്ന് പറയാം. എന്നാൽ ആ ലക്ഷ്യം മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം മൂല്യം തെളിയിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നാണെങ്കിൽ അത് അരക്ഷിതാവസ്ഥയുടെ ഊർജ്ജം വഹിക്കുന്നു. മറുവശത്ത്, എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം, അതുവഴി എനിക്ക് സർഗാത്മകമായി ജീവിക്കാനും എനിക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളെ പിന്തുണയ്ക്കാനും കഴിയും എന്നാണെങ്കിൽ അത് ഉയർന്നതും ശുദ്ധവുമായ ആവൃത്തിയിൽ പ്രതിധ്വനിക്കുന്നു. പ്രപഞ്ചത്തിന് കൂടുതൽ യോജിപ്പോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്ന്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിനെ ആവേശം കൊള്ളിക്കുക മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തെ വികസിപ്പിക്കുകയും വേണം. ശ്രദ്ധയുടെയും ആവർത്തനത്തിന്റെയും പങ്ക് നിങ്ങളുടെ ലക്ഷ്യം നിർണയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് നിങ്ങളുടെ ശ്രദ്ധ നൽകണം. യാഥാർത്ഥ്യമാക്കലിലെ ഏറ്റവും വില കുറച്ച് കാണുന്ന ഒരു ഉപകരണമാണ് ശ്രദ്ധ. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ സ്പന്ദനത്തെ സ്വാധീനിക്കുന്നതുപോലെ നിങ്ങളുടെ ഊർജ്ജം ഒരു ദിശയിൽ കേന്ദ്രീകരിക്കാനുള്ള നിങ്ങളുടെ കഴിവ് യാഥാർത്ഥ്യമാക്കൽ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെ ഒരു സൂക്ഷ്മതയുണ്ട്. ശ്രദ്ധ എന്നാൽ അതിയായ ആസക്തിയല്ല, അത് സമർപ്പണമാണ്. നിങ്ങൾ ലക്ഷ്യത്തെ പിന്തുടരുകയല്ല, നിങ്ങൾ അതിനെ പരിപോഷിപ്പിക്കുകയാണ്. സ്ക്രിപ്റ്റിംഗ്, ജേർണലിംഗ് അല്ലെങ്കിൽ സ്ഥിരീകരണങ്ങൾ ആവർത്തിക്കുന്നതുപോലുള്ള ദൈനംദിന ആചാരങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങളുടെ ബോധത്തിൽ സജീവമാക്കി നിർത്താൻ സഹായിക്കും. വിഷ്വലൈസേഷനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം ഇതിനകം സംഭവിക്കുന്നതുപോലെ നിങ്ങൾ മാനസികമായി പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനെയും ശരീരത്തെയും അതിനോട് യോജിക്കാൻ നിങ്ങൾ തയ്യാറാക്കുന്നു. അത് പരിചിതവും വിശ്വസനീയവും ഒടുവിൽ അനിവാര്യവുമായി തീരുന്നു. ലക്ഷ്യവും പ്രതീക്ഷയും, ഇന്റൻഷൻ വേഴ്സസ് എക്സ്പെക്ടേഷൻ. യാഥാർത്ഥ്യമാക്കലിലെ ഏറ്റവും സാധാരണമായ തടസ്സങ്ങളിലൊന്ന് ലക്ഷ്യത്തെ കർശനമായ പ്രതീക്ഷയായി തെറ്റിദ്ധരിക്കുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യം ഒരു പ്രത്യേക രീതിയിലോ ഒരു പ്രത്യേക സമയത്തോ യാഥാർത്ഥ്യമാകണമെന്ന് നിങ്ങൾ നിർബന്ധിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ വിതരണം ചെയ്യാനുള്ള കഴിവിനെ പരിമിതപ്പെടുത്തുന്നു. പ്രതീക്ഷ പലപ്പോഴും പിരിമുറുക്കം സൃഷ്ടിക്കുന്നു. ഇത് നിങ്ങളുടെ സ്പന്ദനം കുറയ്ക്കുന്നു. യഥാർത്ഥ ലക്ഷ്യം നേരെ മറിച്ച് ശക്തവും എന്നാൽ വിശ്രമിക്കുന്നതുമാണ്. അത് കാഴ്ചപ്പാടിൽ ഉറച്ചതും എന്നാൽ രൂപത്തിൽ വഴക്കമുള്ളതുമാണ്. എന്നെ സംതൃപ്തനാക്കുന്ന ഒരു കരിയർ ആകർഷിക്കാൻ ഞാൻ ലക്ഷ്യമിടുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. അതൊരു പ്രത്യേക ജോലിയിലൂടെയോ കമ്പനിയിലൂടെയോ വരണമെന്ന് നിർബന്ധമില്ല. ഈ തുറന്ന മനസ്സ് പ്രതീക്ഷിച്ചതിലും മികച്ച ഫലങ്ങൾ നൽകി നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ പ്രപഞ്ചത്തെ അനുവദിക്കുന്നു. ദിശ നിർണ്ണയിക്കുക, പക്ഷേ പാതയെ വിട്ടുകളയുക. ലക്ഷ്യങ്ങൾ പുനഃപരിശോധിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുക. ലക്ഷ്യങ്ങൾ ജീവനുള്ള ഊർജ്ജമാണ്. നിങ്ങൾ വളരുമ്പോൾ അവയും വികസിച്ചേക്കാം. നിങ്ങളുടെ ലക്ഷ്യം പരിഷ്കരിക്കുന്നത് ബലഹീനതയല്ല, അത് വിവേകമാണ്. ഓരോ ഏതാനും ആഴ്ചകളിലും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ഇരിക്കാൻ സമയം കണ്ടെത്തുക. സ്വയം ചോദിക്കുക, ഇത് ഇപ്പോഴും എന്നോട് പ്രതിധ്വനിക്കുന്നുണ്ടോ? ഈ ആഗ്രഹത്തിനു പിന്നിൽ ആഴത്തിലുള്ള ഒരു സത്യമുണ്ടോ? ഞാനിത് ഭയം കൊണ്ടോ യോജിപ്പുകൊണ്ടോ ആണോ പിടിച്ചു നിൽക്കുന്നത്? ഈ പ്രതിഫലന പ്രക്രിയ
നിങ്ങളുടെ പാതയുമായി ആത്മാർത്ഥത നിലനിർത്താൻ സഹായിക്കുകയും നിങ്ങൾ 6 മാസം മുമ്പുള്ള നിങ്ങളിൽ നിന്നല്ല നിങ്ങളുടെ നിലവിലെ സത്യത്തിൽ നിന്നാണ് യാഥാർത്ഥ്യമാക്കുന്നതെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ലക്ഷ്യത്തെ നിങ്ങളുടെ ചുറ്റുപാടിൽ ഉറപ്പിക്കുക. ചുറ്റുപാടുകൾ ഊർജ്ജത്തെ സ്വാധീനിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ ആവൃത്തി നിലനിർത്തണമെങ്കിൽ ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ട് സ്വയം ചുറ്റുക. ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക. നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ അനുഭവം ഉണർത്തുന്ന വസ്തുക്കൾ നിങ്ങളുടെ സ്ഥലത്ത് വയ്ക്കുക. നിങ്ങളുടെ ഡിജിറ്റൽ ഇടം -ഫോൺ വാൾപേപ്പർ, സംഗീതം, ബുക്ക്മാർക്കുകൾ നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്യുക. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിശബ്ദമായി സ്ഥിരീകരിക്കട്ടെ. നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങളെ മന്ത്രിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ശ്രദ്ധിക്കുന്നു. ലക്ഷ്യത്തിൽ നിന്ന് ക്ഷണത്തിലേക്ക് ആത്യന്തികമായി വ്യക്തമായ ഒരു ലക്ഷ്യം സജ്ജീകരിക്കുന്നത് നിങ്ങളുടെ ആന്തരിക ആഗ്രഹത്തെ പ്രപഞ്ചത്തിലേക്കുള്ള ഒരു ക്ഷണമാക്കി മാറ്റുന്നതിനാണ്. നിങ്ങൾ കൽപ്പിക്കുകയല്ല, യാചിക്കുകയല്ല, നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്, ഇതാണ് ഞാൻ ആയിത്തീരുന്നത്, ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ സ്പന്ദനമാണ് പ്രക്ഷേപണം എന്ന് നിങ്ങൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ലക്ഷ്യത്തിലൂടെ ആ ഊർജ്ജത്തിന് ഘടന നൽകുകയാണ്. ഇത് സഹസൃഷ്ടിയുടെ തുടക്കമാണ്. ഈ നിമിഷം മുതൽ പ്രപഞ്ചം നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങളെ കണ്ടുമുട്ടാൻ സ്വയം പുനഃക്രമീകരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഓർക്കുക, ലക്ഷ്യം അവസാനമല്ല, അത് തുടക്കമാണ്. ആകാശത്തേക്ക് തൊടുത്തുവിട്ട ഒരു സിഗ്നൽ. വരും അധ്യായങ്ങളിൽ വിശ്വാസം എങ്ങനെ ഈ സിഗ്നലിനെ ശക്തിപ്പെടുത്തുന്നുവെന്നും വ്യക്തത അതിനെ എങ്ങനെ മൂർച്ച കൂട്ടുന്നുവെന്നും വിശ്വാസം അതിനെ എങ്ങനെ നിലനിർത്തുന്നുവെന്നും പ്രവൃത്തി അതിനെ എങ്ങനെ യാഥാർത്ഥ്യമാക്കുന്നുവെന്നും നിങ്ങൾ കണ്ടെത്തൂ. നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായി സജ്ജമാക്കുക, അതിനോട് സ്ഥിരമായി യോജിക്കുക, തുടർന്ന് നിങ്ങൾ സങ്കൽപ്പിച്ചതിലും കൂടുതൽ സ്വീകരിക്കാൻ തയ്യാറാകുക. കാരണം ലക്ഷ്യം സ്പന്ദനവുമായി ചേരുമ്പോൾ പ്രപഞ്ചം ശ്രദ്ധിക്കുന്നു. അധ്യായം 3. വിശ്വാസത്തിന്റെ ശക്തി. പ്രപഞ്ചം നിങ്ങൾ പുറപ്പെടുവിക്കുന്ന സ്പന്ദനത്തോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചു. വ്യക്തവും യോജിപ്പുള്ളതുമായ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുന്നത് ആ സ്പന്ദനത്തിന് ഒരു റോഡ് മാപ്പ് എങ്ങനെ സൃഷ്ടിക്കുന്നുവെന്നും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇപ്പോൾ നമ്മൾ യാഥാർത്ഥ്യമാക്കൽ യാത്രയിലെ ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്നു. നിങ്ങളുടെ സ്പന്ദനത്തെയും ലക്ഷ്യത്തെയും ഒരുപോലെ ഇന്ധനം നൽകുന്ന ആന്തരിക എഞ്ചിൻ നിങ്ങളുടെ വിശ്വാസങ്ങൾ. നിങ്ങളുടെ സ്പന്ദനം നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന ആവൃത്തിയും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ അയക്കുന്ന സന്ദേശവുമാണെങ്കിൽ വിശ്വാസമാണ് ട്രാൻസ്മിറ്റർ. അത് പ്രപഞ്ചത്തിലേക്കുള്ള നിങ്ങളുടെ സിഗ്നലിന്റെ ശക്തി, സ്ഥിരത, വ്യാപ്തി എന്നിവ നിർണ്ണയിക്കുന്നു. വിശ്വാസമില്ലാതെ ലക്ഷ്യങ്ങൾ പരാജയപ്പെടുകയും സ്പന്ദനങ്ങൾ അസ്ഥിരമാകുകയും ചെയ്യുന്നു. വിശ്വാസമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ചിന്തയിൽ നിന്ന് രൂപത്തിലേക്ക് ആകർഷിക്കുന്ന കാന്തിക ശക്തി. വിശ്വാസം കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തുന്നു, കാഴ്ചപ്പാട് യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും, നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഓരോ വികാരവും, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, അതിന്റെ എല്ലാം കാതൽ നിങ്ങളുടെ വിശ്വാസങ്ങളിലൂടെ അരിച്ചെടുക്കപ്പെട്ടതാണ്. അവ നിങ്ങളുടെ ആന്തരിക ലോകത്തിന്റെ നിശബ്ദ ശില്പികളാണ്. നിങ്ങൾ ലോകത്തെ യഥാർത്ഥത്തിൽ ഉള്ളതുപോലെയല്ല കാണുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നതുപോലെയാണ് നിങ്ങൾ അത് കാണുന്നത്. ഇതിനർത്ഥം നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങൾ ആകർഷിക്കുന്നതിനെ സ്വാധീനിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധ്യമായത് എന്താണെന്ന് നിർവചിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, പണം സമ്പാദിക്കാൻ പ്രയാസമാണെന്ന് നിങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എത്ര തവണ സമൃദ്ധിയെക്കുറിച്ച് സ്ഥിരീകരിച്ചാലും സമ്പത്ത് ദൃശ്യവൽക്കരിച്ചാലും നിങ്ങളുടെ ഉപബോധമനസ്സിലെ പ്രോഗ്രാമിംഗ് നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കും. നിങ്ങൾ അവസരങ്ങളെ അകറ്റുകയോ അബോധപൂർവം നിങ്ങളുടെ വിജയത്തെ നശിപ്പിക്കുകയോ ചെയ്യും, കാരണം നിങ്ങളുടെ സ്പന്ദനത്തിൽ പ്രതിരോധം കലർന്നിരിക്കും. മറുവശത്ത് അവസരങ്ങൾ എല്ലായിടത്തുമുണ്ടെന്നോ ഞാൻ സമൃദ്ധിയുടെ ഒരു കാന്തമാണ് എന്നോ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുവെങ്കിൽ പ്രയാസകരമായ സമയങ്ങളിൽ പോലും നിങ്ങളുടെ ഊർജ്ജം തുറന്നതും സ്വീകാര്യവുമായിരിക്കും. പ്രപഞ്ചം ആ തുറന്ന മനസ്സിനെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ പ്രതിഫലിപ്പിക്കും. വിശ്വാസത്തിനും യാഥാർത്ഥ്യമാക്കലിനും പിന്നിലെ ശാസ്ത്രീയ കാഴ്ചപ്പാടിൽ വിശ്വാസത്തിന്റെ ശക്തി ഒരു രഹസ്യമല്ല. നിങ്ങളുടെ തലച്ചോറിലെ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആർആസ് ഒരു ഫിൽട്ടർ പോലെ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതോ പ്രസക്തമായതോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനെ അടിസ്ഥാനമാക്കി ഏത് വിവരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അത് തീരുമാനിക്കുന്നു. എനിക്കെപ്പോഴും നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ റാസ് ആ വിശ്വാസത്തിന്റെ തെളിവുകൾക്കായി നിങ്ങളുടെ ചുറ്റുപാടുകൾ സ്കാൻ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ കൂടുതൽ യാദൃച്ഛികതകളും കൂടുതൽ അവസരങ്ങളും നന്ദിയുള്ളവരായിരിക്കാൻ കൂടുതൽ കാരണങ്ങളും ശ്രദ്ധിക്കും. നേരെമറിച്ച് ജീവിതം അന്യായമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ റാസ് ഓരോ തിരിച്ചടിയും കാലതാമസവും ചൂണ്ടിക്കാണിക്കും. ഇത് മനഃശാസ്ത്രത്തേക്കാൾ കൂടുതലാണ്, ഇത് ഊർജ്ജപരമായ യോജിപ്പാണ്. നിങ്ങളുടെ വിശ്വാസ സമ്പ്രദായം നിങ്ങളുടെ സ്പന്ദനത്തിന്റെ അടിത്തറയായി മാറുന്നു. വിശ്വാസം ഒരു തിരഞ്ഞെടുപ്പാണ്. പലരും ശ്രദ്ധിക്കാത്ത ഒരു സത്യമിതാ: വിശ്വാസം നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒന്നല്ല, അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. മിക്ക ആളുകളും വിശ്വസിക്കാൻ കഴിയുന്നതിനു മുമ്പ് തെളിവ് കാണണമെന്ന് കരുതുന്നു. എന്നാൽ പ്രപഞ്ചം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. വിശ്വാസം വിത്താണ്, തെളിവ് ഫലമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതിനു മുമ്പ് തെളിവിനായി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കലിനെ നിങ്ങൾ വൈകിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഏറ്റവും ശക്തരായ യാഥാർത്ഥ്യമാക്കുന്നവർ തെളിവ് ആവശ്യമില്ലാതെ മുൻകൂട്ടി വിശ്വസിക്കാൻ തീരുമാനിക്കുന്നവരാണ്. ലോകം അത് പ്രതിഫലിപ്പിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അവർ ഉറപ്പിന്റെ ഊർജ്ജം ഉൾക്കൊള്ളുന്നു. ഇത് മതപരമായ അർത്ഥത്തിലല്ല, മറിച്ച് സാർവത്രികവും ഊർജ്ജപരവുമായ അർത്ഥത്തിലുള്ള വിശ്വാസമാണ്.
തെറ്റായ വിശ്വാസങ്ങളെ തിരിച്ചറിയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുക. ശാക്തീകരിക്കുന്ന വിശ്വാസങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കുന്നതിനു മുമ്പ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നവയിലേക്ക് നിങ്ങൾ വെളിച്ചം വീശണം. ഇവ പലപ്പോഴും ഉപബോധമനസ്സിലുള്ള വിശ്വാസങ്ങളാണ്. കുട്ടിക്കാലത്തെ അനുഭവങ്ങളിലോ സാമൂഹിക സാഹചര്യങ്ങളിലോ മുൻകാല പരാജയങ്ങളിലോ വേരൂന്നിയവ. സാധാരണ തെറ്റായ വിശ്വാസങ്ങളിൽ ചിലത് ഇവയാണ്: ഞാൻ അത്രയ്ക്ക് നല്ലവനല്ല, വിജയം മറ്റുള്ളവർക്കുള്ളതാണ്, എനിക്കല്ല, ഞാൻ ശ്രമിച്ചാൽ ഒരുപക്ഷേ പരാജയപ്പെടും, ഞാൻ എപ്പോഴും തെറ്റായ ബന്ധങ്ങളെയാണ് ആകർഷിക്കുന്നത്, യഥാർത്ഥത്തിൽ സന്തോഷവാനായിരിക്കാൻ ഞാൻ അർഹനല്ല. ഈ വിശ്വാസങ്ങൾ വസ്തുതകളല്ല, അവ പ്രോഗ്രാമുകളാണ്. കാലഹരണപ്പെട്ട സോഫ്റ്റ്വെയർ പോലെ അവ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ആന്തരിക സംഭാഷണത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആരംഭിക്കുക. നിങ്ങളൊരു ലക്ഷ്യം സജ്ജീകരിക്കുകയോ ഒരു പുതിയ ഭാവി ദൃശ്യവൽക്കരിക്കുകയോ ചെയ്യുമ്പോൾ വരുന്ന ആവർത്തന ചിന്തകൾ എന്തൊക്കെയാണ്? ഒരു തെറ്റായ വിശ്വാസം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുക. അത് തികച്ചും ശരിയാണോ? അത് എവിടെ നിന്ന് വന്നു? ഏത് വിശ്വാസമാണ് എനിക്ക് കൂടുതൽ ഗുണം ചെയ്യുക? പഴയ വിശ്വാസത്തിനു പകരം പുതിയതും ശാക്തീകരിക്കുന്നതുമായ ഒന്ന് സ്ഥാപിക്കുക. ഇതിന് ആവർത്തനം ആവശ്യമാണ്. വിശ്വാസം പ്ലസ് ലക്ഷ്യം സമം യാഥാർത്ഥ്യമാക്കൽ. ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ബ്ലൂപ്രിന്റുകളാണ്, എന്നാൽ വിശ്വാസമില്ലാതെ ആ ബ്ലൂപ്രിന്റുകൾ ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല. വിശ്വാസമാണ് ആക്ടിവേഷൻ സ്വിച്ച്. അത് നിങ്ങളുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് ആളുകൾ യാഥാർത്ഥ്യമാക്കൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സാധാരണയായി അവരുടെ വിശ്വാസങ്ങൾ അവരുടെ ലക്ഷ്യങ്ങളുമായി വൈരുദ്ധ്യത്തിലാണെന്ന് അർത്ഥമാക്കുന്നത്. ഞാൻ സ്നേഹത്തിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഞാൻ എപ്പോഴും ഉപേക്ഷിക്കപ്പെടും എന്ന് നിങ്ങൾ രഹസ്യമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. ഞാൻ സമ്പന്നനാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഞാനൊരു സാമ്പത്തിക ദുരന്തമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. നിങ്ങളുടെ പുറംലോകം നിങ്ങളുടെ പ്രതീക്ഷകളെയോ ആഗ്രഹങ്ങളെയോ അല്ല, നിങ്ങളുടെ ആന്തരിക ഉറപ്പിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിൽ വികാരത്തിന്റെ പങ്ക്. വിശ്വാസത്തെയും സ്പന്ദനത്തെയും ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന പശയാണ് വികാരം. അത് നിങ്ങളുടെ വിശ്വാസത്തിന് ആക്കം കൂട്ടുകയും കാന്തിക ശക്തി നൽകുകയും ചെയ്യുന്നു. ഞാൻ വിജയത്തിന് അർഹനാണ് എന്ന പുതിയ വിശ്വാസം നിങ്ങൾ സ്ഥിരീകരിക്കാൻ തുടങ്ങുന്നുവെന്ന് കരുതുക. ആദ്യം അതൊരു നുണയായി തോന്നാം, എന്നാൽ നിങ്ങൾ അതിനെ നന്ദി, സന്തോഷം, അഭിമാനം, സ്നേഹം എന്നിവയിലൂടെ വികാരവുമായി ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ മാറ്റാൻ തുടങ്ങുന്നു. നിങ്ങൾ വെറും വാക്കുകൾ ആവർത്തിക്കുകയല്ല, നിങ്ങൾ പുതിയ ആവൃത്തി ഉൾക്കൊള്ളുകയാണ്. നിങ്ങളുടെ വിശ്വാസ വ്യവസ്ഥ പുനഃക്രമീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ശാശ്വതമായ മാറ്റം സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം ഇതിനകം ജീവിക്കുന്ന വ്യക്തിയായി നിങ്ങൾ മാറണം. അത് ആരംഭിക്കുന്നത് ഈ പതിപ്പ് ഇതിനകം കൈവശം വച്ചിരിക്കുന്ന വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയാണ്. സ്വയം ചോദിക്കുക: എന്റെ സ്വപ്നം ഇതിനകം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ എന്നെക്കുറിച്ച് ഞാൻ എന്തു വിശ്വസിക്കുമായിരുന്നു? മറ്റുള്ളവരെക്കുറിച്ച് ഞാൻ എന്തു വിശ്വസിക്കുമായിരുന്നു? ജീവിതത്തെക്കുറിച്ച് ഞാൻ എന്തു വിശ്വസിക്കുമായിരുന്നു? എന്നിട്ട് ആ പതിപ്പിൽ നിന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അനുഭവിക്കാനും തുടങ്ങുക. ഇത് മിഥ്യാധാരണയല്ല, ഇത് യോജിപ്പാണ്. പ്രപഞ്ചം നിങ്ങൾ ഇന്നലെ ആരായിരുന്നു എന്നതിനോടല്ല പ്രതികരിക്കുന്നത്, നിങ്ങളിപ്പോൾ ആരായിരിക്കുന്നു എന്നതിനോടാണ് അത് പ്രതികരിക്കുന്നത്. അധ്യായം 4. പ്രപഞ്ചത്തോട് വ്യക്തമായി ചോദിക്കാം. ചോദിക്കുക എന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉറക്കെ പറയുന്നതിനേക്കാളോ ഒരു ജേണലിൽ എഴുതുന്നതിനേക്കാളോ ഉപരിയാണ്. ഇത് നിങ്ങളുടെ സ്പന്ദനം, വിശ്വാസം, വൈകാരിക ഒപ്പ് എന്നിവയോട് പ്രതികരിക്കുന്ന ബുദ്ധിയുള്ള പ്രപഞ്ചമായ ബോധത്തിന്റെ മണ്ഡലവുമായുള്ള ഒരു കേന്ദ്രീകൃത ആശയവിനിമയമാണ്. ശരിയായി ചെയ്യുമ്പോൾ ചോദിക്കൽ ആന്തരിക ആഗ്രഹത്തിനും ബാഹ്യ അനുഭവത്തിനുമിടയിലുള്ള ഒരു പാലമായി മാറുന്നു. എന്തുകൊണ്ട് വ്യക്തത പ്രധാനമാണ്? വ്യക്തത എന്നത് കൃത്യതയുടെ ഊർജ്ജപരമായ തുല്യതയാണ്. നിങ്ങളുടെ അഭ്യർത്ഥന എത്രത്തോളം കൃത്യവും കേന്ദ്രീകൃതവുമാണോ അത്രത്തോളം എളുപ്പത്തിൽ പ്രപഞ്ചത്തിന് അത് നൽകാൻ കഴിയും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അവ്യക്തമാകുമ്പോൾ നിങ്ങളുടെ ഫലങ്ങളും ആ അവ്യക്തതയെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളൊരു റെസ്റ്റോറന്റിൽ കയറി എനിക്ക് ഭക്ഷണം വേണം എന്ന് പറയുന്നതായി സങ്കൽപ്പിക്കുക. വെയിറ്റർ ആശയക്കുഴപ്പത്തോടെ നിങ്ങളെ നോക്കും. എന്ത് ഭക്ഷണം? സ്റ്റാർട്ടറോ പ്രധാന ഭക്ഷണമോ? വെജിറ്റേറിയനോ നോൺ വെജോ? എരിവുള്ളതോ അല്ലാത്തതോ? ഇങ്ങനെയാണ് പലരും അറിയാതെ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത്. അവർ എനിക്ക് സന്തോഷിക്കണം, എനിക്ക് കൂടുതൽ പണം വേണം, ഞാൻ സ്നേഹം ആഗ്രഹിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ഇവ പൊതുവായ നിർവചിക്കാത്ത ആവൃത്തികളാണ്. പ്രപഞ്ചം നിങ്ങൾ ഒരുവിധം ആഗ്രഹിക്കുന്നതിനോടല്ല പ്രതികരിക്കുന്നത്. നിങ്ങൾ വ്യക്തമായും ആത്മവിശ്വാസത്തോടെയും അഭ്യർത്ഥിക്കുന്നതിനോടാണ് അത് യോജിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം എത്രത്തോളം നിർവചിക്കപ്പെട്ടതാണോ അത്രത്തോളം ശക്തമായ സിഗ്നൽ നിങ്ങൾ പുറപ്പെടുവിക്കുകയും അത്രയും വേഗത്തിൽ പ്രപഞ്ചത്തിന് പ്രതികരിക്കാൻ കഴിയുകയും ചെയ്യും. വ്യക്തത ആരംഭിക്കുന്നത് ആത്മാർത്ഥതയോടെയാണ്. പ്രപഞ്ചത്തോട് എന്തെങ്കിലും ചോദിക്കുന്നതിനു മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കണം. എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത്? മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതല്ല, സമൂഹം പ്രശംസിക്കുന്നതല്ല, കേൾക്കാൻ നല്ലതായി തോന്നുന്നതല്ല. സ്വയം ചോദിക്കുക: ആരും നോക്കുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തു തിരഞ്ഞെടുക്കുമായിരുന്നു? എനിക്ക് ഭയമോ പരിമിതികളോ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തു ചോദിക്കുമായിരുന്നു? എനിക്ക് വിജയമുറപ്പായിരുന്നെങ്കിൽ ഞാൻ ഏതാഗ്രഹം പിന്തുടരുമായിരുന്നു? ഈ നിലയിലുള്ള ആത്മാർത്ഥത ഉപരിപ്ലവമായ ആഗ്രഹങ്ങളല്ല, നിങ്ങളുടെ കാതലായ ആഗ്രഹങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നിങ്ങളെ അനുവദിക്കുന്നു. കാതലായ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉയർന്ന ആത്മാവുമായി യോജിച്ചവയാണ്. അവ അർത്ഥവും ഉദ്ദേശ്യവും അനുരണനവും നിറഞ്ഞതാണ്.
നിങ്ങൾ ഈ സ്ഥലത്തുനിന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അഭ്യർത്ഥനയ്ക്ക് കൂടുതൽ ഊർജ്ജഭാരമുണ്ടാകും. ലക്ഷ്യത്തിൽ നിന്ന് അന്വേഷണത്തിലേക്ക് അധ്യായം 2 നമ്മൾ ശക്തമായ ലക്ഷ്യങ്ങൾ രൂപപ്പെടുത്തി. ഈ ലക്ഷ്യങ്ങൾ ഇപ്പോൾ വ്യക്തമായും ആത്മവിശ്വാസത്തോടെയും പ്രപഞ്ചത്തോട് സംസാരിക്കുന്ന ചോദ്യങ്ങളും അഭ്യർത്ഥനകളുമായി മാറുന്നു. ചോദിക്കുന്ന പ്രക്രിയയിൽ ഇവ ഉൾപ്പെടാം: സംസാരിക്കുന്ന വാക്കുകൾ, ഉറക്കെ പറയുന്ന സ്ഥിരീകരണങ്ങൾ, പ്രാർത്ഥനകൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ, എഴുതിയ വാക്കുകൾ, പ്രപഞ്ചത്തിനുള്ള കത്തുകൾ, ജേണലിംഗ്, സ്ക്രിപ്റ്റിംഗ്, മാനസിക പ്രക്ഷേപണം, നിങ്ങളുടെ ആഗ്രഹം ഇതിനകം പൂർത്തിയായതായി ദൃശ്യവൽക്കരിക്കുക, വൈകാരിക അനുരണനം, നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം മുൻകൂട്ടി അനുഭവിക്കുക. നിങ്ങൾ ഈ എല്ലാ രീതികളും ഉപയോഗിക്കേണ്ടതില്ല, എന്നാൽ ഒന്നിലുള്ള സ്ഥിരത നിങ്ങളുടെ അഭ്യർത്ഥനയിൽ വ്യക്തത സൃഷ്ടിക്കും. പ്രപഞ്ചം ഇംഗ്ലീഷോ മലയാളമോ സംസാരിക്കുന്നില്ല, അത് ആവൃത്തിയുടെ ഭാഷയാണ് സംസാരിക്കുന്നത്. വ്യക്തതയോടെ ചോദിക്കുക എന്നതിനർത്ഥം നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യവുമായി നിങ്ങളുടെ സ്പന്ദനം, വികാരങ്ങൾ, വിശ്വാസം എന്നിവയെ യോജിപ്പിക്കുക എന്നതാണ്. വ്യക്തതയോടെ ചോദിക്കാനുള്ള ഫോർമുല ഇതാ. നിങ്ങൾക്കൊരു ശക്തമായ ഫോർമുല: എന്ത് പ്ലസ് എന്തിന് പ്ലസ് അനുഭവം സമം വ്യക്തമായ അഭ്യർത്ഥന. എന്ത് വാട്ട് വേണം? കഴിയുന്നത്ര കൃത്യമായിരിക്കുക. എനിക്കൊരു പുതിയ ജോലി വേണം എന്നതിനു പകരം ഞാൻ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യാൻ ധാരാളം പണം ലഭിക്കുന്ന സർഗാത്മകവും പിന്തുണ നൽകുന്നതുമായ ഒരു ചുറ്റുപാടിൽ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നു എന്ന് പറയുക. എന്തിന് വായി വേണം? അതിനെ ഒരു മൂല്യവുമായോ വികാരവുമായോ ബന്ധിപ്പിക്കുക. എനിക്ക് ഈ ജോലി വേണം കാരണം അതെന്നെ വളരാനും മറ്റുള്ളവരെ സേവിക്കാനും സന്തുലിതമായ ജീവിതം ആസ്വദിക്കാനും അനുവദിക്കുന്നു. അനുഭവം, ഫീലിംഗ് എന്തായിരിക്കും? നിങ്ങൾക്കത് ഇതിനകം ലഭിച്ചുവെന്ന് സങ്കൽപ്പിക്കുക. സ്വാതന്ത്ര്യം, സന്തോഷം, ആവേശം, സമാധാനം. നിങ്ങളുടെ ആഗ്രഹം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതെന്തോ അതനുഭവിക്കുക. ഈ വ്യക്തത സ്ഥിരമായ ഊർജ്ജവുമായി ചേരുമ്പോൾ ശരിയായ ആളുകളെയും സാഹചര്യങ്ങളെയും ആകർഷിക്കാൻ തുടങ്ങുന്നു. പഠിച്ച കാര്യങ്ങളുടെ തുടർച്ചയാണ് ഈ ഭാഗം. വിശ്വാസമെന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്തുന്ന വൈകാരികമായ ഒരു നങ്കൂരമാണ്. വിശ്വാസമില്ലാതെ എത്ര വ്യക്തമായ അഭ്യർത്ഥനയിലും ഒരുതരം പ്രതിരോധമുണ്ടാകും. സംശയത്തോടെ ചോദിക്കുന്നത് ഒരു സന്ദേശം അയച്ചതിനുശേഷം അത് അവിടെ എത്തുന്നതിന് മുൻപ് തിരികെ വലിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞു എന്ന ഉറപ്പോടെ വേണം നിങ്ങൾ ചോദിക്കാൻ. അതിനുള്ള ഏറ്റവും ശക്തമായ മാർഗം വ്യക്തമായും ആത്മാർത്ഥമായും ഒരു തവണ ചോദിക്കുക, അതിനുശേഷം പ്രതീക്ഷയുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുക എന്നതാണ്. പ്രപഞ്ചം നിങ്ങളെ കേട്ടുവെന്ന് വിശ്വസിച്ച് അതിനെ അതിന്റെ വഴിക്ക് വിടുക. ഫലത്തെ പിന്തുടരുകയോ നിയന്ത്രിക്കുകയോ അല്ല നിങ്ങളുടെ ജോലി. അത് സ്വീകരിക്കാനായി നിങ്ങളുടെ ഊർജ്ജത്തെ ഒരുക്കി തുറന്ന മനസ്സോടെ കാത്തിരിക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി. ചോദിക്കുമ്പോൾ സംഭവിക്കുന്ന സാധാരണ തെറ്റുകൾ ഒഴിവാക്കാം. ആഗ്രഹങ്ങൾ ആകർഷിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയവർ പോലും പ്രപഞ്ചത്തോട് ചോദിക്കുമ്പോൾ ചെറിയ കെണികളിൽ വീഴാറുണ്ട്. 1. വ്യക്തതയില്ലായ്മ. എനിക്ക് കൂടുതൽ പണം വേണം എന്ന് പറയുന്നത് ഒരു വ്യക്തമായ അഭ്യർത്ഥനയല്ല. എത്ര പണം? എപ്പോഴേക്കും? അത് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെടും? 2. അത്യാവശ്യബോധം. ദയവായി എനിക്കിത് ഇപ്പോൾ തന്നെ വേണം എന്ന രീതിയിലുള്ള ദയനീയമായ ചോദ്യം ഒരു താഴ്ന്ന വൈബ്രേഷനാണ് പുറത്തുവിടുന്നത്. അത് അഭിവൃദ്ധിയെയല്ല, ഇല്ലായ്മയെയാണ് സൂചിപ്പിക്കുന്നത്. 3. ആവർത്തിച്ച് ചോദിക്കൽ. ഉത്കണ്ഠ കാരണം ഒരേ ആവശ്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് നിങ്ങളുടെ സംശയത്തെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചം നിങ്ങളെ കേട്ടുകഴിഞ്ഞു, അതിനെ വിശ്വസിക്കുക. 4. പരസ്പരവിരുദ്ധമായ അഭ്യർത്ഥനകൾ. ഒരു ദിവസം നിങ്ങൾ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു, അടുത്ത ദിവസം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാൻ ഭയപ്പെടുന്നു. ഇത്തരം സമ്മിശ്രമായ സിഗ്നലുകൾ. ഇതിനെ മറികടക്കാൻ അടിസ്ഥാന തത്വങ്ങളിലേക്ക് മടങ്ങുക. ആഗ്രഹങ്ങളിലെ വ്യക്തത, വിശ്വാസവുമായുള്ള യോജിപ്പ്, നിങ്ങളുടെ വൈബ്രേഷനിലെ സ്ഥിരത. വിഷ്വലൈസേഷൻ, അഫർമേഷൻ. വ്യക്തതയുടെ ഉപകരണങ്ങൾ. വിഷ്വലൈസേഷൻ എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ മാനസികമായ ഒരു പരിശീലനമാണ്. പക്ഷേ അത് കാണുന്നതിനേക്കാൾ അപ്പുറം അത് അനുഭവിക്കലാണ്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അതിൽ പങ്കാളികളാക്കുക. അത് എങ്ങനെയായിരിക്കും കാണാൻ? നിങ്ങൾ എന്തായിരിക്കും കേൾക്കുന്നത്? നിങ്ങളുടെ ചുറ്റും ആരെല്ലാമുണ്ടാകും? നിങ്ങൾക്കെന്തു തോന്നും? അഫർമേഷൻസ് നിങ്ങളുടെ ഉറപ്പിച്ചു പറയുന്ന നങ്കൂരങ്ങളാണ്. അവ നിങ്ങളുടെ വൈബ്രേഷനെ നിങ്ങൾ ചോദിച്ച കാര്യങ്ങളുമായി ഒരേ തലത്തിൽ നിലനിർത്തുന്നു. ഞാൻ ആഗ്രഹിച്ചതെല്ലാം ശരിയായ സമയത്ത് എന്നിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനെല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ്. എന്റെ മനസ്സ് തുറന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചതെല്ലാം ഇതിനകം എനിക്കായി വന്നുകൊണ്ടിരിക്കുന്നു തുടങ്ങിയ പ്രസ്താവനകൾ ഉപയോഗിക്കുക. ഭയം കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ആഗ്രഹിച്ചത് ഇതിനകം ലഭിച്ച വ്യക്തിയായി നിലകൊള്ളാനാണ് ഇത് ദിവസവും ആവർത്തിക്കേണ്ടത്. നിങ്ങളുടെ പ്രവൃത്തിയെ അഭ്യർത്ഥനയുമായി യോജിപ്പിക്കുക. പ്രപഞ്ചം ചലനത്തെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ഊർജ്ജമാണ് പ്രധാന ജോലികൾ ചെയ്യുന്നതെങ്കിലും ശാരീരികമായ പ്രവൃത്തികൾ ആ ഒഴുക്കിന്റെ വേഗത കൂട്ടുന്നു. നിങ്ങൾ ചോദിച്ചതിനു ശേഷം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഉള്ളിൽ നിന്ന് പ്രചോദനം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളൊരു പുതിയ ബന്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരം ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലേക്ക് സ്വയം ചെല്ലുക. കരിയറിൽ ഒരു വളർച്ചയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടതെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്യുകയോ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ആ പ്രോജക്റ്റ് ആരംഭിക്കുകയോ ചെയ്യുക.
പ്രവൃത്തി നിങ്ങളുടെ പ്രതിബദ്ധതയെയാണ് കാണിക്കുന്നത്. അത് പ്രപഞ്ചത്തോട് പറയുന്നു, ഞാൻ എന്റെ അഭ്യർത്ഥനയിൽ വിശ്വസിക്കുന്നു, അതിനെ പാതിവഴിയിൽ കണ്ടുമുട്ടാൻ ഞാൻ തയ്യാറാണ്. അടയാളങ്ങളും സമന്വയങ്ങളും, സൈൻസ് ആൻഡ് സിങ്ക്രോണിസിറ്റീസ്. നിങ്ങൾ വ്യക്തതയോടെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം പ്രതികരിച്ചു തുടങ്ങും. പക്ഷെ ആദ്യത്തെ അടയാളങ്ങൾ പലപ്പോഴും സൂക്ഷ്മമായ തുഴച്ചിലുകളായിരിക്കും. ഒരു പുതിയ ആശയം അല്ലെങ്കിൽ അവസരം അപ്രതീക്ഷിതമായി വരുന്നു. ആരെങ്കിലും പറയുന്ന ഒരു വാക്ക് നിങ്ങളുടെ പാതയെ സ്ഥിരീകരിക്കുന്നു. 111 അല്ലെങ്കിൽ 333 പോലുള്ള അക്കങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് കാണാൻ തുടങ്ങുന്നു. ഇതൊന്നും യാദൃച്ഛികമല്ല. ഇവയെല്ലാം നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകുന്നതിന്റെ പ്രതിധ്വനികളാണ്. അവയെ തിരിച്ചറിയുക, ആഘോഷിക്കുക. നിങ്ങളുടെ അഭ്യർത്ഥനയുടെ ഫലം വന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സ്ഥിരീകരണങ്ങളാണവ. പ്രപഞ്ചത്തോട് വ്യക്തതയോടെ ചോദിക്കുക എന്നത് നിങ്ങൾക്കാവശ്യമുള്ളതിനായി യാചിക്കലല്ല, നിങ്ങൾ ആരാണെന്നും എന്താണ് സ്വീകരിക്കാൻ തയ്യാറാണെന്നും പ്രഖ്യാപിക്കലാണ്. നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാകുമ്പോൾ, നിങ്ങളുടെ വിശ്വാസം അതിനോട് ചേരുമ്പോൾ, നിങ്ങളുടെ വൈബ്രേഷൻ സ്ഥിരമാകുമ്പോൾ നിങ്ങളുടെ അഭ്യർത്ഥനയെ തടയാൻ ആർക്കുമാവില്ല. ചുരുക്കത്തിൽ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയുക. നിങ്ങളുടെ ആഗ്രഹത്തെ ശക്തമായ ഒരു എന്തിന് എന്നതുമായി ബന്ധിപ്പിക്കുക. വൈകാരികമായ ഉറപ്പോടെയും വ്യക്തതയോടെയും ചോദിക്കുക. അത് നടന്നുകഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. തുറന്ന മനസ്സോടെയിരിക്കുക. പ്രചോദനാത്മകമായ കാര്യങ്ങൾ ചെയ്യുക. അടയാളങ്ങൾക്കായി കാത്തിരിക്കുക. അധ്യായം 5. പ്രക്രിയയെ വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾ ശക്തമായ ഒരു അടിത്തറയിട്ടിരിക്കുന്നു. യാഥാർത്ഥ്യത്തിന്റെ വൈബ്രേഷൻ സ്വഭാവം, വ്യക്തമായ ലക്ഷ്യങ്ങൾ എങ്ങനെ വെക്കണം, നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ വിശ്വാസത്തിന്റെ പങ്ക്, പ്രപഞ്ചത്തോട് എങ്ങനെ വ്യക്തമായി ചോദിക്കണം എന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ ചോദിച്ചതിന് ശേഷം വരുന്നത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നതും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു ഘട്ടമാണ് ആ പ്രക്രിയയെ വിശ്വസിക്കുക എന്നത്. കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങുമ്പോൾ ആത്മവിശ്വാസം തോന്നാൻ എളുപ്പമാണ്. എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നുമ്പോഴോ, സംശയങ്ങൾ കടന്നുവരുമ്പോഴോ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഒരുപാട് സമയമെടുക്കുന്നു എന്ന് തോന്നുമ്പോഴോ, ഈ അധ്യായം കാത്തിരിപ്പിന്റെ സമയത്തും നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെ നിലനിർത്താം എന്നതിനെക്കുറിച്ചാണ്. കാരണം ചോദിക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമിടയിലുള്ള ആ നിമിഷത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി രൂപപ്പെടുന്നത്. ഇടയിലുള്ള ആ നിമിഷം, പ്രപഞ്ചത്തോട് വ്യക്തമായി ചോദിച്ചതിനു ശേഷം നിങ്ങൾ സ്വീകരിക്കുന്നതിനായുള്ള ഒരു വിശുദ്ധമായ ഇടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതൊരു വെറും കാത്തിരിപ്പ് കാലഘട്ടമല്ല. ഇത് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഊർജ്ജം ഭൗതിക ലോകത്ത് രൂപപ്പെടാൻ തുടങ്ങുന്ന ഒരു വൈബ്രേഷണൽ ഇൻക്യുബേഷൻ ഘട്ടമാണ്. ഒരു വിത്ത് നട്ടതുപോലെയാണിത്. അത് വളരുന്നുണ്ടോ എന്നറിയാൻ നിങ്ങൾ എല്ലാ ദിവസവും മണ്ണുമാന്തി നോക്കില്ല. നിങ്ങൾ അതിന് വെള്ളമൊഴിക്കും, മണ്ണിനെയും സൂര്യനെയും പ്രകൃതിയെയും വിശ്വസിക്കും. ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതും ഇതേ തത്വം പിന്തുടരുന്നു. നിങ്ങൾ ഫലങ്ങൾ കാണുന്നില്ല എന്നതിനർത്ഥം നിങ്ങളുടെ അഭ്യർത്ഥന പ്രവർത്തിക്കുന്നില്ല എന്നല്ല. പലപ്പോഴും പ്രപഞ്ചം പിന്നണിയിൽ സാഹചര്യങ്ങളെ പുനഃക്രമീകരിക്കുകയാണെന്നാണ് അതിനർത്ഥം. കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്, പക്ഷേ വേരുകൾ മണ്ണിനടിയിൽ വളരുന്നതുപോലെ അതിന്റെ വളർച്ച പുറത്തേക്ക് വരുന്നതുവരെ അദൃശ്യമായിരിക്കും. എങ്ങനെ, എപ്പോൾ എന്നിവയെ ഉപേക്ഷിക്കുക. പ്രക്രിയയെ വിശ്വസിക്കുന്നതിന്റെ ഒരു പ്രധാന ഭാഗം ഇതെങ്ങനെ സംഭവിക്കും, എനിക്കിത് എപ്പോൾ ലഭിക്കും തുടങ്ങിയ ചോദ്യങ്ങളെ ഉപേക്ഷിക്കുക എന്നതാണ്. ഈ കാര്യങ്ങളാണ് മിക്ക ആളുകളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രതിരോധമുണ്ടാക്കുന്നതും. ഈ ചോദ്യങ്ങൾ പലപ്പോഴും സംശയത്തിന്റെ ഊർജ്ജമാണ് വഹിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം വരുന്നുണ്ടോ എന്ന കാര്യത്തിൽ നിങ്ങൾ ഉറപ്പില്ലെന്ന് അത് സൂചിപ്പിക്കുന്നു. സത്യം ഇതാണ്, പ്രപഞ്ചം നിങ്ങളുടെ സമയക്രമത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. അത് നിങ്ങളുടെ വൈബ്രേഷനോടാണ് പ്രതികരിക്കുന്നത്, തിടുക്കത്തോടല്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ സൂക്ഷ്മമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെ തടയുകയാണ്. നിങ്ങൾക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുകയാണ്. എന്നാൽ നിങ്ങൾ അതിനെ വിട്ട് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വീകരിക്കാനുള്ള വ്യക്തമായ ഒരു പാത്രമായി മാറുന്നു. ഇത് നിഷ്ക്രിയമായ ഒരു കീഴടങ്ങലല്ല, ഇത് സജീവമായ വിശ്വാസമാണ്. അനാസക്തി, ഡിറ്റാച്ച്മെന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ. ഈ പ്രക്രിയയിലെ ഏറ്റവും ശക്തമായൊരു വിരോധാഭാസം ഇതാണ്. ചോദിക്കാൻ മാത്രം നിങ്ങൾ അതിനെ സ്നേഹിക്കണം, എന്നാൽ അതിനെ അതിന്റെ വഴിക്കുവിടാൻ മാത്രം അനാസക്തനുമായിരിക്കണം. അനാസക്തി എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിർത്തണം എന്നല്ല, മറിച്ച് നിങ്ങളുടെ സന്തോഷത്തിനോ ആത്മാഭിമാനത്തിനോ വേണ്ടി നിങ്ങൾ അതിനെ ആശ്രയിക്കുന്നില്ല എന്നാണ്. ഇത് സംഭവിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ ഇത് നടന്നാലും ഇല്ലെങ്കിലും ഞാൻ പൂർണ്ണനും സന്തോഷവാനുമാണ് എന്ന് നിങ്ങൾ പറയണം. അത് പ്രപഞ്ചത്തിന് നൽകുന്ന ശക്തമായൊരു സന്ദേശമാണ്. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും യോഗ്യതയെയും വിശ്വാസത്തെയും കാണിക്കുന്നു. വിശ്വാസം ഒരു ഇടം സൃഷ്ടിക്കുന്നു. പ്രതിരോധങ്ങളില്ലാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒഴുകിയെത്താനുള്ള ശാന്തവും തുറന്നതുമായ ഒരിടം. മുറുക്കിപ്പിടിച്ച കൈപ്പത്തിയിലേക്ക് വെള്ളമൊഴിക്കാൻ ശ്രമിക്കുന്നത് സങ്കൽപ്പിക്കുക. അത് പുറത്തേക്ക് ഒഴുകിപ്പോകും. എന്നാൽ കൈ തുറന്നു പിടിച്ചാൽ വെള്ളം അതിലേക്ക് സുഗമമായി ഒഴുകിയെത്തും. അതാണ് അനാസക്തിയുടെ ഊർജം. സംശയത്തെയും കാലതാമസത്തെയും നേരിടാം. നിങ്ങളുടെ എല്ലാ അറിവുകളും ഉണ്ടായിരുന്നിട്ടും സംശയം നിങ്ങളെ തേടി വന്നേക്കാം. അത് സാരമില്ല. സംശയം വരുന്നത് നിങ്ങൾ പരാജയപ്പെടുന്നുവെന്നല്ല, നിങ്ങളൊരു മനുഷ്യനാണെന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ നിങ്ങൾ സംശയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് അത് ഒരു കടന്നുപോകുന്ന മേഘമായി മാറുമോ അതോ സ്ഥിരമായ ഒരു തടസ്സമായി മാറുമോ എന്ന് തീരുമാനിക്കും.
സംശയം വരുമ്പോൾ ഓർക്കുക, സംശയം ഒരു ചിന്ത മാത്രമാണ്, സത്യമല്ല. ഇതിനു മുമ്പും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, എന്നിട്ടും കാര്യങ്ങൾ ശരിയായി. തെളിവുകളുടെ അഭാവത്തിന്റെ തെളിവല്ല. മുൻപ് നടന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അപ്രതീക്ഷിതമായി കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറിയ സന്ദർഭങ്ങൾ ഓർക്കുക. ആ ഓർമ്മകളെ വൈകാരിക നങ്കൂരങ്ങളായി ഉപയോഗിക്കുക. നിങ്ങൾ പൂർണ്ണമായ ചിത്രം കാണാത്തപ്പോഴും പ്രപഞ്ചം നിങ്ങളുടെ കൂടെയുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുകളാണവ. ജേണലിംഗ് ഇവിടെ വളരെ ഉപയോഗപ്രദമാണ്. നിങ്ങളുടെ ഭയങ്ങൾ എഴുതുക, തുടർന്ന് അവയ്ക്ക് വിപരീതമായ വിശ്വാസങ്ങൾ എഴുതുക. ഉദാഹരണത്തിന്, ഇത് ഒരുപാട് സമയമെടുക്കുന്നു, കൂടുതൽ ഇതിനു പകരം എല്ലാം ദൈവികമായ സമയത്തെത്തും. ഇത് സംഭവിച്ചില്ലെങ്കിലോ? കൂടുതൽ ഇതിനു പകരം ഞാൻ വിചാരിക്കുന്നതിലും മികച്ചതായി ഇത് സംഭവിച്ചാലോ? ഞാൻ എവിടെയോ കുടുങ്ങിപ്പോയതായി തോന്നുന്നു. കൂടുതൽ ഇതിനു പകരം ഒരു മുന്നേറ്റത്തിനു മുൻപ് വളർച്ച പലപ്പോഴും നിശ്ചലമായി തോന്നും. ഇവ വെറും പൊള്ളയായ വാക്കുകളല്ല, നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റുന്ന ചിന്തകളാണ്. നിങ്ങൾ വിശ്വാസത്തെ നിർബന്ധിച്ചുണ്ടാക്കേണ്ടതില്ല. ഭയത്തെ തെരഞ്ഞെടുക്കുന്നതിനേക്കാൾ കൂടുതൽ തവണ നിങ്ങൾ വിശ്വാസത്തെ തെരഞ്ഞെടുത്താൽ മാത്രം മതി. പ്രപഞ്ചം നിങ്ങളുടെ വൈബ്രേഷനോടാണ് പ്രതികരിക്കുന്നത്, നിങ്ങളുടെ കലണ്ടറിനോടല്ല. ഈ പ്രപഞ്ച സത്യങ്ങളിൽ ഏറ്റവും ആഴമേറിയ ഒന്നാണിത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഊർജ്ജതലത്തിൽ ഇതിനകം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ ഭൗതികമായ രൂപം വൈകുന്നത് പ്രപഞ്ചത്തിന്റെ വിമുഖത കൊണ്ടല്ല, നിങ്ങളുടെ പ്രതിരോധം കൊണ്ടാണ്. ആ പ്രതിരോധം പലപ്പോഴും അക്ഷമയുടെ രൂപത്തിൽ വരുന്നു. ഫലത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുക, എപ്പോഴും പരിശോധിക്കുക, നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം ഭയത്തിൽ നിന്നാണ് വരുന്നത്. ഭയം നിങ്ങളുടെ ഊർജ്ജത്തെ ചുരുക്കുന്നു. നിങ്ങൾ ആ പീട്ടി അയക്കുമ്പോൾ നിങ്ങൾ ഒഴുക്കിലേക്ക് മടങ്ങിവരുന്നു. എത്രത്തോളം നിങ്ങൾ സമാധാനത്തിലേക്കും ഈ നിമിഷത്തിലെ ശ്രദ്ധയിലേക്കും നന്ദിയിലേക്കും മടങ്ങിവരുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകും. കാരണം നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾ ചോദിച്ചതിന്റെ വൈബ്രേഷനുമായി പൊരുത്തപ്പെടുന്നു. പ്രചോദിത പ്രവൃത്തി വേഴ്സസ് നിർബന്ധിത പ്രവൃത്തി. പ്രക്രിയയെ വിശ്വസിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്നല്ല, മറിച്ച് ഉള്ളിൽ നിന്ന് വരുന്ന പ്രചോദനാത്മകമായ പ്രവൃത്തികൾക്കായി കാതോർക്കുക എന്നാണ്. എളുപ്പമെന്നും ആവേശകരമെന്നും തോന്നുന്ന ആന്തരികമായ തുഴച്ചിലുകൾ. നിർബന്ധിത പ്രവൃത്തി ഇല്ലായ്മയിൽ നിന്നാണ് വരുന്നത്, പ്രചോദിത പ്രവൃത്തി ഒഴുക്കിൽ നിന്നും. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാളുമായി ബന്ധപ്പെടാനോ എവിടെയെങ്കിലും അപേക്ഷിക്കാനോ ഒരു സ്ഥലം സന്ദർശിക്കാനോ ഒരു പുതിയ പാത പരീക്ഷിക്കാനോ ഒരു പ്രേരണ തോന്നിയേക്കാം. ഈ തുഴച്ചിലുകളെ അവഗണിക്കരുത്. നിങ്ങളുടെ യുക്തിസഹമായ മനസ്സിന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ എങ്ങനെ എന്നതിന്റെ ഉത്തരം നൽകാനുള്ള പ്രപഞ്ചത്തിന്റെ വഴികളാണവ. എല്ലാ ദിവസവും സ്വയം ചോദിക്കുക, ഇന്ന് എന്റെ ഉൾക്കാഴ്ചയ്ക്ക് എന്തിനോടാണ് ആകർഷണം തോന്നുന്നത്? എന്നിട്ടതിനെ പിന്തുടരുക. അതിൽ യുക്തിയൊന്നും തോന്നിയില്ലെങ്കിൽ പോലും. ഇങ്ങനെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. സമന്വയവും അടയാളങ്ങളും. സിൻക്രോണിസിറ്റി ആൻഡ് സയൻസ്. നിങ്ങൾ പ്രക്രിയയെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സമന്വയങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. എല്ലാം ഒത്തുചേരുന്ന ആ മാന്ത്രിക നിമിഷങ്ങൾ. നിങ്ങൾ ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയെ കണ്ടുമുട്ടുന്നു. നിങ്ങൾ ആവർത്തിക്കുന്ന അക്കങ്ങൾ കാണുന്നു. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു സംഭാഷണം നിങ്ങൾ യാദൃച്ഛികമായി കേൾക്കുന്നു. ഇവ യാദൃച്ഛികതകളല്ല. നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങളുടെ ആഗ്രഹവുമായി ഒത്തുചേരുന്നു എന്നതിന്റെ തെളിവുകളാണവ. അവയെ തിരിച്ചറിയുക, പുഞ്ചിരിക്കുക, നന്ദി പറയുക. ഈ ചെറിയ അടയാളങ്ങൾ പ്രപഞ്ചത്തിന്റെ മന്ത്രങ്ങളാണ്. മുന്നോട്ടു പോകൂ, ഇത് പ്രവർത്തിക്കുന്നുണ്ട്. വിശ്വാസം ഒരു ദൈനംദിന പരിശീലനമാണ്. ഏതൊരു പേശിയെയും പോലെ വിശ്വാസവും വ്യായാമം ചെയ്യണം. ഓരോ തവണയും നിങ്ങൾ ഭയത്തിനു പകരം വിശ്വാസം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ആന്തരിക ബന്ധം ശക്തിപ്പെടുന്നു. ഓരോ തവണ നിങ്ങൾ പരിഭ്രാന്തരാകുന്നതിനു പകരം ശാന്തനാകുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ സ്വയം ഉറപ്പിക്കുന്നു. ഒരു ദൈനംദിന വിശ്വാസ ചടങ്ങ് സൃഷ്ടിക്കുക. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഉറപ്പിച്ചു പറയുക, പ്രപഞ്ചത്തിന്റെ സമയക്രമത്തിലും ജ്ഞാനത്തിലും ഞാൻ വിശ്വസിക്കുന്നു. നിശബ്ദമായി ധ്യാനിക്കുക. നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായി അനുഭവിക്കുക. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം പൂർത്തിയായതായി സങ്കൽപ്പിക്കുക. എന്നിട്ട് അതിനെ വിട്ടുകളയുക. ഓരോ ദിവസവും രാത്രി നന്ദിയോടെ അവസാനിപ്പിക്കുക. നിങ്ങളുടെ കൈവശമുള്ളതിനു മാത്രമല്ല, വരാനിരിക്കുന്നതിനും. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ വിശ്വാസം എളുപ്പമാകും. പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിക്കുകയല്ല, നിങ്ങളെ നയിക്കുകയാണ്. പ്രക്രിയയെ വിശ്വസിക്കുക എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഊർജ്ജതലത്തിൽ ഇതിനകം നിങ്ങളുടേതാണെന്ന സത്യത്തെ ഉൾക്കൊള്ളലാണ്. അതിനെ നിർബന്ധിച്ചു വരുത്തുകയല്ല നിങ്ങളുടെ ജോലി, മറിച്ച് അതിനെ സ്വീകരിക്കാൻ തയ്യാറായി തുറന്ന മനസ്സോടെ ഒരേ വൈബ്രേഷനിൽ നിലകൊള്ളുക എന്നതാണ്. വിശ്വാസം നിങ്ങളുടെ ഈ യാത്രയെ ഒരുമിച്ച് നിർത്തുന്ന അദൃശ്യ ശക്തിയാണ്. നിങ്ങൾ ഇതിനകം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്ഥാപിച്ചു. നിങ്ങളുടെ വിശ്വാസങ്ങളെ ഒരേ ദിശയിലാക്കി വ്യക്തതയോടെ ചോദിച്ചു. ഇനി നിങ്ങളുടെ ഭൗതിക ലോകം അതിനൊപ്പമെത്താൻ ആവശ്യമായ അത്രയും സമയം വിശ്വാസത്തിന്റെ വൈബ്രേഷൻ നിങ്ങൾ മുറുകെ പിടിക്കണം. ഈ രീതിയിൽ വിശ്വാസം മാന്ത്രികത ഒഴുകിവരുന്ന ഒരു പാത്രമായി മാറുന്നു. അധ്യായം 6. സ്വീകരിക്കലും അംഗീകരിക്കലും. നിങ്ങൾ ലക്ഷ്യങ്ങൾ വെച്ചു, വിശ്വാസങ്ങളെ ഒരുക്കി, പ്രപഞ്ചത്തോട് വ്യക്തമായി ചോദിച്ചു, ക്ഷമയോടും ശ്രദ്ധയോടും കൂടി പ്രക്രിയയെ വിശ്വസിച്ചു. ഇനി നിങ്ങളുടെ യാത്രയിലെ സ്വാഭാവികമായ അടുത്ത ഘട്ടം നിങ്ങൾ ചോദിച്ച കാര്യങ്ങളെ എങ്ങനെ സ്വീകരിക്കണമെന്നും അംഗീകരിക്കണമെന്നും പഠിക്കുക എന്നതാണ്. തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തോന്നാം. എന്നാൽ
പലരും തങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളെ തന്നെ അറിയാതെ പ്രതിരോധിക്കുന്നു. ചിലപ്പോൾ അത് അവിശ്വാസം കൊണ്ടോ, യോഗ്യതയില്ലായ്മയുടെ തോന്നലുകൾ കൊണ്ടോ, അല്ലെങ്കിൽ പ്രപഞ്ചം അപ്രതീക്ഷിതമായ രൂപത്തിൽ എന്തെങ്കിലും നൽകുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടോ ആകാം. ഈ അധ്യായം ചോദിക്കാൻ മാത്രമല്ല, കൃപയോടും ശ്രദ്ധയോടും അവബോധത്തോടും കൂടി സ്വീകരിക്കാൻ പൂർണ്ണമായും തുറന്ന ഒരു ചാനലായി എങ്ങനെ മാറാം എന്നതിനെക്കുറിച്ചാണ്. സ്വീകരിക്കുന്നതിന്റെ ഊർജ്ജം. ആഗ്രഹങ്ങൾ ആകർഷിക്കുക എന്നത് നിങ്ങൾ പുറത്തേക്ക് എന്ത് ചിന്തിക്കുന്നു, അനുഭവിക്കുന്നു, പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് മാത്രമല്ല, അത്രതന്നെ പ്രധാനമാണ് നിങ്ങൾ ഉള്ളിലേക്ക് എന്ത് കടത്തിവിടാൻ തയ്യാറാണ് എന്നതും. സ്വീകരിക്കുന്നതിന്റെ ഊർജ്ജം എന്നത് സ്വീകാര്യതയാണ്. അധ്യായം 6. നന്ദിയോടെ സ്വീകരിക്കുക. തുറന്ന മനസ്സോടെ, ഒന്നിനോടും ഒട്ടിനിൽക്കാതെ. ഇത് കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഊർജ്ജസ്വലമായ വിപരീതമാണ്. പലരും എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടും പ്രയത്നിച്ചുകൊണ്ടും മുന്നോട്ട് തള്ളിക്കൊണ്ടും ജീവിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വീകരിക്കണമെങ്കിൽ ആയിരിക്കുന്നതിന്റെ കല നിങ്ങൾ പഠിക്കണം. ഈ നിമിഷത്തിലായിരിക്കുക, പ്രപഞ്ചവുമായി താദാത്മ്യം പ്രാപിക്കുക, പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതിനായി ലഭ്യമായിരിക്കുക. അധ്യായം 5 നമ്മൾ വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ച് പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഒരു പടി കൂടി മുന്നോട്ടു പോകുന്നു. വിശ്വാസം വാതിൽ തുറക്കുന്നു, എന്നാൽ സ്വീകരിക്കാനുള്ള കഴിവാണ് അതിനെ അകത്തേക്ക് കടത്തിവിടുന്നത്. എന്തുകൊണ്ടാണ് ചിലർക്ക് ലഭിക്കാത്തത്? സത്യം പറഞ്ഞാൽ സ്വീകരിക്കുന്നത് അത്ര എളുപ്പമായിരുന്നെങ്കിൽ എല്ലാവരും അവരുടെ സ്വപ്നജീവിതം നയിക്കുമായിരുന്നു. എന്നാൽ പലപ്പോഴും നമ്മുടെ ആഗ്രഹം സഫലമാകുന്നതിന് തൊട്ടുമുൻപോ അല്ലെങ്കിൽ അത് സഫലമാകുമ്പോഴോ നമ്മൾ അറിയാതെ തന്നെ അതിനെ തടയുന്നു. അതിന്റെ കാരണങ്ങൾ ഇതാ. 1. നമ്മൾ സ്വീകരിക്കാൻ യോഗ്യരല്ലെന്ന് വിശ്വസിക്കുന്നു. ഉള്ളിന്റെയുള്ളിൽ നിങ്ങൾ വിജയത്തിനോ സ്നേഹത്തിനോ സമൃദ്ധിക്കോ അർഹനല്ലെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ ഊർജ്ജസ്വലമായി നിരസിക്കും. ഇവിടെയാണ് അധ്യായം 3 നിങ്ങളുടെ വിശ്വാസങ്ങൾ വീണ്ടും കടന്നുവരുന്നത്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അതുമാത്രമേ നിങ്ങൾ ജീവിതത്തിലേക്ക് അനുവദിക്കൂ. 2. അത് ഒരു പ്രത്യേക രീതിയിൽ വരണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹസാഫല്യം നിങ്ങൾ സങ്കൽപ്പിച്ചതിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും വരുന്നത്. ഒരുപക്ഷെ ആ ജോലി വാഗ്ദാനം മറ്റൊരു നഗരത്തിലായിരിക്കാം. ആ പ്രണയബന്ധം തുടങ്ങുന്നത് വലിയ ആഘോഷങ്ങളോടെയല്ല, മറിച്ച് ശാന്തമായ ഒരു സൗഹൃദത്തിലൂടെയായിരിക്കാം. നിങ്ങൾ അതിന്റെ രൂപത്തിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനം നഷ്ടമാകും. 3. അത് ശ്രദ്ധിക്കാൻ മാത്രം നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. ആഗ്രഹസാഫല്യം എപ്പോഴും വലിയ ആരവങ്ങളോടെയല്ല വരുന്നത്. ചിലപ്പോൾ അവ സൂക്ഷ്മമായ അവസരങ്ങളായോ, ശാന്തമായ മാറ്റങ്ങളായോ, അല്ലെങ്കിൽ ഉള്ളുണർവ് നൽകുന്ന സൂചനകളായോ വരാം. നിങ്ങളുടെ മനസ്സ് എപ്പോഴും മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഇതിനകം പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവുകൾ നിങ്ങൾ കാണാതെ പോകും. ശാന്തമായി, ബോധപൂർവം, തുറന്ന മനസ്സോടെ ഇരിക്കുക എന്നതാണ് പ്രധാനം. നന്ദി. കൂടുതൽ ലഭിക്കാനുള്ള കവാടം. ചോദിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇടയിലുള്ള പാലമാണ് നന്ദി. നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് അത് എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായി നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുകയാണ്, അതെ, ഞാൻ നിന്നെ കാണുന്നു, ഞാൻ ഇതിനെ തിരിച്ചറിയുന്നു, കൂടുതൽ ലഭിക്കാൻ ഞാൻ തയ്യാറാണ്. നന്ദി എന്നത് വെറുമൊരു നല്ല അനുഭവം നൽകുന്ന വികാരമല്ല, അതൊരു ഊർജ്ജാവസ്ഥയാണ്. അത് നിങ്ങളുടെ ഫ്രീക്വൻസിയെ സമൃദ്ധിയുമായി ചേർത്തു നിർത്തുന്നു. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങൾ ഇല്ലായ്മയിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിങ്ങൾ ചോദിച്ചതിന്റെ സാന്നിധ്യവുമായി നിങ്ങൾ താദാത്മ്യം പ്രാപിക്കുന്നു. നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് വർദ്ധിക്കുന്നു. നിങ്ങളുടെ ദിവസം ഒരു ചെറിയ നന്ദി പ്രകാശനത്തിലൂടെ ആരംഭിക്കുക. ഇതിനകം നിങ്ങൾക്ക് ലഭിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുക. അത് നിങ്ങളുടെ ചിന്താഗതിയിലുണ്ടായ ഒരു മാറ്റമോ ഒരു പുതിയ ആശയമോ ആകാം. ഇങ്ങനെ എഴുതുക: ഇന്നലെ എനിക്ക് ലഭിച്ച വ്യക്തതയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. ഒരു സുഹൃത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി വന്ന ഫോൺ കോളിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് പിന്തുണയുണ്ടെന്ന് അതെന്നെ ഓർമ്മിപ്പിച്ചു. ഇന്ന് എനിക്ക് അനുഭവപ്പെടുന്ന സമാധാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നന്ദി നിങ്ങളുടെ തലച്ചോറിനെയും നിങ്ങളുടെ ഊർജ്ജത്തെയും സമൃദ്ധി കണ്ടെത്താൻ പരിശീലിപ്പിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹസാഫല്യങ്ങൾ ആഘോഷിക്കുക. ആഗ്രഹസാഫല്യം അത് ലഭിക്കുന്നതോടെ അവസാനിക്കുന്നില്ല, അത് ജീവിതവുമായി സമന്വയിപ്പിക്കുന്നതിലൂടെ തുടരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും നടക്കുമ്പോൾ അത് ശരിക്കും ആഘോഷിക്കാൻ സമയമെടുക്കുക. നിങ്ങൾ ആ സമ്മാനം പൂർണ്ണമായി സ്വീകരിച്ച് അംഗീകരിച്ചു എന്നതിന്റെ ഒരു സൂചനയാണ് ആഘോഷം. ഇതിനർത്ഥം വലിയൊരു പാർട്ടി നടത്തണമെന്നല്ല, തീർച്ചയായും നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങൾ എത്ര ദൂരം പിന്നിട്ടുവെന്നോർത്തുകൊണ്ട് ബോധപൂർവം ഒരു നടത്തം നടത്തുന്നതുപോലെ ലളിതവുമാകാം അത്. വിശ്വസ്തനായ ഒരു സുഹൃത്തുമായി സന്തോഷവാർത്ത പങ്കുവയ്ക്കുക. നിങ്ങളുടെ ഡയറിയിൽ എഴുതുക: ഇതെനിക്ക് ലഭിച്ചു, ഞാനിത് നേടിയെടുത്തു, ഞാൻ നന്ദിയുള്ളവനാണ്. ആഘോഷമെന്നത് അഹങ്കാരമല്ല, അതൊരു ഊർജ്ജപരമായ ഉറപ്പിക്കലാണ്. ഈ പുതിയ യാഥാർത്ഥ്യം ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണമാണെന്ന തോന്നൽ അത് ഉറപ്പിക്കുന്നു. അത് സാധാരണമാകുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം കൂടുതൽ നേട്ടങ്ങൾക്കായി വഴി തുറക്കുന്നു. തുറന്ന മനസ്സിന്റെ പരിശീലനം. ചിലപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് അപ്രതീക്ഷിത വഴികളിലൂടെയാകും വരുന്നത്. നിങ്ങൾ വിഭാവനം ചെയ്ത ജോലി ഒരു ഫ്രീലാൻസ് അവസരമായി ആദ്യം വന്നേക്കാം. നിങ്ങൾ തേടുന്ന സ്നേഹം ഒരു സൗഹൃദമായി ആരംഭിച്ചേക്കാം. പണം ഒരു സമ്മാനത്തിലൂടെയോ കടം ഇളവ് നൽകുന്നതിലൂടെയോ വന്നേക്കാം. പൂർണ്ണമായി സ്വീകരിക്കുന്നതിന് പ്രതിരോധിക്കാതിരിക്കാൻ പരിശീലിക്കുക. നിങ്ങളുടെ ആഗ്രഹം വരുന്ന പാക്കേജിനെ വിലയിരുത്തരുത്. പ്രപഞ്ചത്തിന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളെക്കാൾ നന്നായി അറിയാമെന്ന് വിശ്വസിക്കുക. നിങ്ങളോട് തന്നെ പറയുക:
എന്റെ ആഗ്രഹങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, അത് വ്യത്യസ്തമായി കാണപ്പെട്ടാലും അതെന്റെ ഏറ്റവും ഉയർന്ന നന്മയ്ക്ക് അനുയോജ്യമാണെന്ന് എനിക്കറിയാം. ഈ ചിന്താഗതി നിങ്ങളെ അയവുള്ളവരാക്കുകയും ദൈവികമായ ബുദ്ധിക്ക് അതിന്റെ ജോലി ചെയ്യാൻ ഇടം നൽകുകയും ചെയ്യുന്നു. ഏകീകരണം നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യത്തെ ഉറപ്പിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ലഭിക്കുമ്പോൾ അത് ആവേശകരവും എന്നാൽ അസ്വസ്ഥത ഉളവാക്കുന്നതുമാകാം. നിങ്ങളുടെ മനസ്സ് ചോദിക്കാൻ തുടങ്ങിയേക്കാം, ഇത് വിശ്വസിക്കാൻ കഴിയാത്തത്ര നല്ലതാണോ, അല്ലെങ്കിൽ എനിക്കിത് ശരിക്കും കൈകാര്യം ചെയ്യാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഏകീകരണം വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഏകീകരണമെന്നാൽ നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യത്തെ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി അംഗീകരിക്കുക, നിങ്ങളുടെ ശീലങ്ങളെയും സ്വയം പ്രതിച്ഛായയെയും നിങ്ങളുടെ പുതിയ ജീവിതവുമായി പൊരുത്തപ്പെടുത്തുക. നിങ്ങൾക്കിനി പ്രയോജനമില്ലാത്ത പഴയ കഥകളെ ഉപേക്ഷിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ വരുമാന നിലവാരം നേടിയെടുത്താൽ അതിന് അർഹനായ ഒരാളെപ്പോലെ നിങ്ങളുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ ആരംഭിക്കുക. നിങ്ങളൊരു ബന്ധം നേടിയെടുത്താൽ തുറന്ന മനസ്സോടെയും ആശയവിനിമയത്തോടെയും പെരുമാറുക. പ്രപഞ്ചം നിങ്ങൾക്ക് ഈ സമ്മാനം നൽകിയത് നിങ്ങൾ തയ്യാറായതുകൊണ്ടാണ്. ഇനി അപ്രകാരം പ്രവർത്തിക്കുക. നിങ്ങൾ നന്ദിയുടെയും യോഗ്യതയുടെയും സന്തോഷത്തിന്റെയും ഊർജ്ജത്തിൽ എത്രത്തോളം ജീവിക്കുന്നുവോ അത്രയധികം ആഗ്രഹസാഫല്യങ്ങൾ നിങ്ങളിലേക്ക് അനായാസമായും സ്വാഭാവികമായും സമൃദ്ധമായും ഒഴുകിയെത്തും. അധ്യായം 7. തിരിച്ചടികളെ കൈകാര്യം ചെയ്യലും യോജിപ്പിൽ തുടരലും. ഒരു ആഗ്രഹസാഫല്യയാത്രയും പൂർണ്ണമായും സുഗമമല്ല. ഉദ്ദേശ്യം, വിശ്വാസം, വ്യക്തതയോടെ ചോദിക്കൽ, നന്ദിയോടെ സ്വീകരിക്കൽ എന്നിവയിൽ നിങ്ങൾ വൈദഗ്ധ്യം നേടിയാലും ജീവിതം നിങ്ങളുടെ മുന്നിൽ വെല്ലുവിളികൾ അവതരിപ്പിച്ചേക്കാം. ചിലപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലോ സമയക്രമത്തിലോ സംഭവിക്കില്ല. ചിലപ്പോൾ സംശയം കടന്നുവരുന്നു. മറ്റു ചിലപ്പോൾ നിങ്ങൾ ഒരു മുന്നേറ്റത്തിന്റെ വക്കിലായിരിക്കുമ്പോൾ പഴയ ശീലങ്ങളും ഭയങ്ങളും വീണ്ടും തലപൊക്കുന്നു. ഈ അധ്യായം അത്തരം നിമിഷങ്ങളെക്കുറിച്ചാണ്. കാരണം സത്യം പറഞ്ഞാൽ തിരിച്ചടികൾ പരാജയങ്ങളല്ല, അവ ക്ഷണങ്ങളാണ്. കൂടുതൽ ആഴത്തിൽ യോജിപ്പിലേക്ക് പോകാനും നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താനും പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്താനുമുള്ള അവസരങ്ങൾ. കാര്യങ്ങൾ പദ്ധതിയനുസരിച്ച് നടക്കാത്തപ്പോൾ എങ്ങനെ മുന്നോട്ടു പോകാമെന്നും പ്രതിരോധത്തെ എങ്ങനെ പ്രതിരോധശേഷിയാക്കി മാറ്റാമെന്നും നമുക്ക് പരിശോധിക്കാം. ആഗ്രഹസാഫല്യപാതയുടെ സ്വഭാവം. അധ്യായം 5 നമ്മൾ ചർച്ച ചെയ്തതുപോലെ പ്രക്രിയയെ വിശ്വസിക്കേണ്ടത് അത്യാവശ്യമാണ്. ആഗ്രഹസാഫല്യത്തിന്റെ പാത അപൂർവമായി മാത്രമേ നേർരേഖയിലായിരിക്കൂ. അതൊരു സർപ്പിളാകൃതിയാണ്. നിങ്ങൾ പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചുപോയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതിന് വിപരീതമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടേക്കാം. എന്നാൽ ഇത് പ്രപഞ്ചം നിങ്ങളെ നിരസിക്കുന്നതല്ല. നിങ്ങളുടെ ഊർജ്ജത്തിന് എവിടെയാണ് ഇനിയും യോജിപ്പ് വേണ്ടതെന്ന് അത് നിങ്ങളെ കാണിച്ചു തരികയാണ്. ഒരു കാലതാമസം ഒരു നിഷേധമല്ല, ഒരു വെല്ലുവിളി ഒരു ശിക്ഷയല്ല, ഒരു വഴിമാറിപ്പോക്ക് ഒരു അവസാനമല്ല. വാസ്തവത്തിൽ ഈ നിമിഷങ്ങൾ പലപ്പോഴും കാര്യമായ വളർച്ചയ്ക്കും വലിയ ആഗ്രഹസാഫല്യങ്ങൾക്കും മുമ്പാണ് വരുന്നത്. ഒരു കവണയെക്കുറിച്ച് ചിന്തിക്കുക. ചിലപ്പോൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് പിന്നോട്ടു പോകാനല്ല, മറിച്ച് കൂടുതൽ ശക്തിയോടെയും വ്യക്തതയോടെയും മുന്നോട്ട് കുതിക്കാനാണ്. സാധാരണ തിരിച്ചടികളും അവയുടെ യഥാർത്ഥ അർത്ഥവും. 1. കാലതാമസം. നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുക്കുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതാൻ എളുപ്പമാണ്. എന്നാൽ കാലതാമസം പലപ്പോഴും അർത്ഥമാക്കുന്നത് പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹത്തിന്റെ മെച്ചപ്പെട്ട ഒരു പതിപ്പ് ഒരുക്കുകയാണെന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടത് പൂർണ്ണമായി ഉൾക്കൊള്ളാനും സമന്വയിപ്പിക്കാനും നിങ്ങളെ ആന്തരികമായി തയ്യാറാക്കുകയാണെന്നും അർത്ഥമാക്കാം. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇത് പൂർണ്ണമായി സ്വീകരിക്കാൻ ഞാൻ ശരിക്കും തയ്യാറാണോ? എന്നിൽ ഇപ്പോഴും സംശയിക്കുകയോ ഭയപ്പെടുകയോ പ്രതിരോധിക്കുകയോ ചെയ്യുന്ന ഒരു ഭാഗമുണ്ടോ? കാലതാമസത്തെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു സൂചനയായി ഉപയോഗിക്കുക, ഉപേക്ഷിക്കാനല്ല. 2. വൈകാരിക തിരിച്ചടികൾ. വലിയ പുരോഗതി കൈവരിച്ചതിനു ശേഷവും നിങ്ങൾക്ക് പെട്ടെന്ന് പ്രചോദനമില്ലായ്മയോ ഉത്കണ്ഠയോ നിരാശയോ തോന്നിയേക്കാം. ഈ വൈകാരിക തിരമാലകൾ സ്വാഭാവികമാണ്. പ്രധാനം അവയെ ഒഴിവാക്കുക എന്നതല്ല, മറിച്ച് അവയെ അതിജീവിക്കാൻ പഠിക്കുക എന്നതാണ്. വൈകാരിക പ്രതിരോധശേഷി പ്രധാനമാണ്. അധ്യായം 3 പറഞ്ഞതുപോലെ നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ രൂപപ്പെടുത്തുന്നു. അതിനാൽ നിങ്ങൾക്ക് വഴിതെറ്റിയതായി തോന്നുമ്പോൾ നിങ്ങളുടെ വിശ്വാസ സമ്പ്രദായത്തിലേക്ക് മടങ്ങുക. നിങ്ങൾ ഭയം, ഇല്ലായ്മ അല്ലെങ്കിൽ യോഗ്യതയില്ലായ്മയുടെ പഴയ രീതികളിലേക്ക് വഴുതി വീഴുകയാണോ? അങ്ങനെയെങ്കിൽ സ്ഥിരീകരണങ്ങൾ, ജേർണലിംഗ് അല്ലെങ്കിൽ പിന്തുണ നൽകുന്ന ഒരു സംഭാഷണം എന്നിവ ഉപയോഗിച്ച് പതുക്കെ ഗതി ശരിയാക്കുക. 3. ബാഹ്യ വെല്ലുവിളികൾ. നിങ്ങളുടെ ആഗ്രഹസാഫല്യയാത്രയ്ക്കിടയിൽ നിങ്ങൾക്ക് ഒരു ജോലി അവസരം നഷ്ടപ്പെടാം, സാമ്പത്തിക ഞെരുക്കം നേരിടാം, അല്ലെങ്കിൽ ഒരു ബന്ധം തകരാം. വേദനാജനകമാണെങ്കിലും ഈ ബാഹ്യ വെല്ലുവിളികൾ പലപ്പോഴും ഉത്തേജകങ്ങളായി പ്രവർത്തിക്കുന്നു. അവ നിങ്ങളെ നിങ്ങളുടെ സത്യവുമായി വീണ്ടും യോജിപ്പിക്കാനും നിങ്ങളുടെ ഏറ്റവും ഉയർന്ന പാതയ്ക്ക് ഇനി സേവനം ചെയ്യാത്തവയെ ഉപേക്ഷിക്കാനും പ്രേരിപ്പിക്കുന്നു. അവയെ തടസ്സങ്ങളായി കാണുന്നതിനുപകരം വേഷം മാറിയ മുന്നേറ്റങ്ങളായി പുനർനിർവചിക്കുക. പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ യോജിപ്പിൽ തുടരാം? യോജിപ്പ് എന്നത് പൂർണ്ണതയെക്കുറിച്ചല്ല, അത് തത്സമയ പുനഃക്രമീകരണത്തെക്കുറിച്ചാണ്. പ്രക്ഷുബ്ധതയെ അടിസ്ഥാനമാക്കി ഒരു പൈലറ്റ് വിമാനത്തിന്റെ പാത ക്രമീകരിക്കുന്നതുപോലെ നിങ്ങളുടെ കേന്ദ്രത്തിലേക്ക് മടങ്ങിവരാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. പുറംലോകം കുഴപ്പത്തിലാണെന്ന് തോന്നുമ്പോഴും എങ്ങനെ യോജിപ്പിൽ തുടരാമെന്നിതാ. 1. ഈ നിമിഷത്തിലേക്ക് മടങ്ങുക. ഒന്ന് നിർത്തുക. ശ്വാസമെടുക്കുക. ഈ നിമിഷത്തിലേക്ക് മടങ്ങിവരിക. ചോദിക്കുക,
ഇപ്പോൾ എന്താണ് സത്യം? സാധാരണയായി നിങ്ങളുടെ മനസ്സിന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളെക്കാൾ വളരെ സമാധാനപരമാണ് ഈ നിമിഷം. ഈ നിമിഷത്തിൽ ജീവിക്കുന്നത് ഭയത്തെ ഇല്ലാതാക്കുന്നു. 2. നിങ്ങളുടെ എന്തിന് എന്ന് വീണ്ടും ഉറപ്പിക്കുക. എന്തിനാണ് നിങ്ങൾ ഈ ഉദ്ദേശ്യം ആദ്യം വെച്ചത്? അധ്യായം 2ലേക്ക് മടങ്ങിപ്പോയി നിങ്ങളുടെ ആഗ്രഹത്തിന്റെ വൈകാരികവും ആത്മീയവുമായ വേരുകളുമായി വീണ്ടും ബന്ധപ്പെടുക. നിങ്ങളുടെ എന്തിന് എന്നത് എത്രത്തോളം ആഴത്തിലുള്ളതാണോ അത്രത്തോളം നിങ്ങളുടെ പ്രതിരോധശേഷി ശക്തമായിരിക്കും. 3. തിരിച്ചടികളെ കണ്ണാടികളായി ഉപയോഗിക്കുക. ഓരോ വെല്ലുവിളിയും നിങ്ങളിലേക്ക് എന്തെങ്കിലും പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളൊരു പ്രയാസകരമായ സാഹചര്യം ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുക, എന്റെ ഊർജം, എന്റെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ എന്റെ ശീലങ്ങളെക്കുറിച്ച് ഇതെന്താണ് എന്നെ കാണിക്കാൻ ശ്രമിക്കുന്നത്? ഈ തലത്തിലുള്ള ആത്മപരിശോധനയാണ് യഥാർത്ഥ പരിവർത്തനം സംഭവിക്കുന്നത്. 4. പ്രതിരോധത്തിൽ നിന്ന് ജിജ്ഞാസയിലേക്ക് മാറുക. വെല്ലുവിളിയെ പ്രതിരോധിക്കുന്നതിനുപകരം ജിജ്ഞാസയുള്ളവരാകുക. ഇതായിരിക്കുമോ എനിക്ക് കൃത്യമായി വേണ്ടിയിരുന്നത്? ഇതെങ്ങനെ എന്നെ മികച്ച ഒന്നിലേക്ക് വഴിതിരിച്ചുവിടും? ജിജ്ഞാസ നിയന്ത്രണത്തേക്കാൾ കൂടുതൽ ശാക്തീകരിക്കുന്നതാണ്. അത് നിങ്ങൾ പരിഗണിക്കാത്ത ദൈവിക സാധ്യതകളിലേക്ക് നിങ്ങളെ തുറക്കുന്നു. യോജിപ്പ് വീണ്ടെടുക്കാനുള്ള ഉപകരണങ്ങൾ നമുക്ക് പ്രായോഗികമാകാം. നിങ്ങൾക്ക് വഴിതെറ്റിയതായി തോന്നുമ്പോൾ നിങ്ങളെ വേഗത്തിൽ ഊർജ്ജപരമായ ഐക്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഇതാ. വിഷ്വലൈസേഷൻ റീബൂട്ട്. നിങ്ങളുടെ യഥാർത്ഥ ദർശനത്തിലേക്ക് മടങ്ങുക. അത് വീണ്ടും നിങ്ങളുടെ മനസ്സിൽ കാണുക. അത് വൈകാരികമായി ഉൾക്കൊള്ളുക. അത് ഇതിനകമുള്ളതിന്റെ സന്തോഷം, സമാധാനം അല്ലെങ്കിൽ ആവേശം അനുഭവിക്കുക. നന്ദി റീസെറ്റ്. അധ്യായം 6ൽ നമ്മൾ ഊന്നിപ്പറഞ്ഞതുപോലെ നന്ദി നിങ്ങളുടെ മുഴുവൻ ഫ്രീക്വൻസിയെയും പുനഃക്രമീകരിക്കുന്നു. നിങ്ങളിപ്പോൾ നന്ദിയുള്ളവരായ 5 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അവ എഴുതുക മാത്രമല്ല, അനുഭവിക്കുക. ചലനവും ശ്വസന വ്യായാമവും. ഊർജം ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. നിങ്ങളുടെ അവസ്ഥ മാറ്റാൻ കുലുങ്ങുക, നൃത്തം ചെയ്യുക, നടക്കുക, വലിച്ചു നീട്ടുക അല്ലെങ്കിൽ ശ്വസന വ്യായാമം ചെയ്യുക. ആത്മീയ പുനഃസ്ഥാപനം. ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, പ്രപഞ്ചത്തോട് സംസാരിക്കുക. ഉറക്കെ പറയുക, എനിക്ക് വഴി അറിയില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് ഉപേക്ഷിക്കുന്നു. എനിക്ക് ഏറ്റവും മികച്ചത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു ആഗ്രഹസാഫല്യം നേടുന്നയാൾ എന്ന നിലയിൽ പ്രതിരോധശേഷി വളർത്തുന്നു. പ്രതിരോധശേഷി എന്നത് കഠിനമായിരിക്കുന്നതിനെക്കുറിച്ചല്ല, അത് വഴക്കമുള്ളതായിരിക്കുന്നതിനെക്കുറിച്ചാണ്. പൊട്ടാതെ വളയാനും വീണിട്ട് കൂടുതൽ ശക്തവും വ്യക്തവുമായി എഴുന്നേൽക്കാനുമുള്ള കഴിവ്. ഇത്തരത്തിലുള്ള പ്രതിരോധശേഷി വളർത്തിയെടുക്കാൻ വൈകാരിക സ്വയം നിയന്ത്രണം പരിശീലിക്കുക. നിങ്ങളുടെ മനസ്സ് എപ്പോഴാണ് ദുരന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കുകയും ആ ചക്രം ബോധപൂർവം തടസ്സപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങളെ ഉയർത്തുന്ന ആളുകൾ, ഇടങ്ങൾ അല്ലെങ്കിൽ ഉള്ളടക്കം എന്നിവ തേടുക. വിശ്രമിക്കാൻ സ്വയം അനുവാദം നൽകുക. യോജിപ്പിന് എപ്പോഴും പ്രയത്നം ആവശ്യമില്ല. ചിലപ്പോൾ അതിന് നിശ്ചലത ആവശ്യമാണ്. ഒന്നും പ്രവർത്തിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ. നിങ്ങളെല്ലാം ശരിയായി ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ലെങ്കിലോ? ഇതാണ് അഹംഭാവം ഉപേക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ പ്രലോഭിപ്പിക്കപ്പെടുന്ന സമയം. എന്നാൽ ഇതാണ് നിങ്ങൾ ഒരു മുന്നേറ്റത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയവും. പലപ്പോഴും ഏറ്റവും ഇരുണ്ട രാത്രിക്ക് ശേഷമാണ് ഏറ്റവും തിളക്കമുള്ള പ്രഭാതം വരുന്നത്. ഫലങ്ങൾ അദൃശ്യമായിരിക്കുമ്പോഴും നിങ്ങൾക്ക് യോജിപ്പിൽ തുടരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നു. ഈ സത്യം ഓർക്കുക. പ്രപഞ്ചം നിങ്ങൾക്കാവശ്യമുള്ളതിനോടല്ല പ്രതികരിക്കുന്നത്, നിങ്ങൾ ആരാണെന്നതിനോടാണ്. അതിനാൽ ആഗ്രഹിച്ച ജീവിതം ഇതിനകം ജീവിക്കുന്ന നിങ്ങളുടെ പതിപ്പായി മാറുക. അവർ എങ്ങനെ ചിന്തിക്കുമോ, എങ്ങനെ അനുഭവിക്കുമോ, എങ്ങനെ പെരുമാറുമോ അതുപോലെയാകുക. ഭൗതിക യാഥാർത്ഥ്യം അതിനനുസരിച്ച് മാറുന്നതുവരെ ആ ഊർജം നിലനിർത്തുക. നിങ്ങൾ ഒരിക്കലും വഴിതെറ്റിയിരുന്നില്ല. നിങ്ങളുടെ വഴിമാറിപ്പോക്കുകൾ പോലും യാത്രയുടെ ഭാഗമായിരുന്നു. നിങ്ങളുടെ തെറ്റുകൾ പോലും നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിരുന്നു. നിങ്ങൾക്കിത് താറുമാറാക്കാൻ കഴിയില്ല. കാരണം ആഗ്രഹസാഫല്യം നിയന്ത്രണത്തെക്കുറിച്ചല്ല, അത് സഹസൃഷ്ടിയെക്കുറിച്ചാണ്. സ്ഥിരതയോടെ, തുറന്ന മനസ്സോടെ ഇരിക്കുക. പ്രപഞ്ചത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. കാരണം പ്രപഞ്ചം എപ്പോഴും കേൾക്കുന്നുണ്ട്. അത് എപ്പോഴും പ്രതികരിക്കും. ഉപസംഹാരം.